ഈ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ ആ സമയം കോളേജിലെ എല്ലാ കോളേജിലൊക്കെ പോയി അവിടെ ഒരു കൊല്ലം കഴിഞ്ഞ് അവിടെ കുറേ ട്രബിളൊക്കെ ഉണ്ടായി. അത് അവസാന ലോ കോളേജിലെ FLB അത് കഴിഞ്ഞാൽ LLB വരുന്നു. അപ്പോൾ അവസാന ബാച്ചായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വീട്ടിൽ ബഹളം. പിന്നെ മിക്കവാറും ഇവിടുന്ന് ജാഥകളൊക്കെ കാണും. സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ പിന്നെ മിക്കവാറും ഇവിടുന്ന് കൊച്ചു കൊച്ചു ജാഥകൾ പ്രകടനങ്ങളും ചെറിയ ട്രേഡ് യൂണിയന് വേണ്ടിയുള്ള. എനിക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊന്നുമില്ല, ചേട്ടനേ ഉള്ളൂ. ചേട്ടൻ ജി വേണുഗോപാൽ പഴയ RSPയുടെ ആളൊക്കെ ആയിരുന്നു. പിന്നെ ജേർണലിസ്റ്റ് യൂണിയൻ്റെ 4 തവണ മറ്റേ പ്രസിഡൻ്റൊക്കെ. അങ്ങനെ പിന്നെ വീട്ടിലൊക്കെ വലിയ ശല്യ ന്യൂസൻസ് ആണെന്നുള്ള മട്ടിലൊക്കെ നടന്ന് മിക്കവാറും ഒക്കെ ആകെയുള്ളവരിത് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ രാവിലെ ജാഥയ്ക്ക് പോവുക. പിന്നെ അങ്ങനെയൊക്കെ നടക്കണം. അങ്ങനെ വീട്ടിലുമെല്ലാം പരാതി പറഞ്ഞ് ചേട്ടൻ്റെ പുറകെ ഒരാളുകൂടെ പോകണമെന്നുള്ള മട്ടിൽ ആ സമയത്ത് ഒരിക്കൽ പിന്നെ ലോ കോളേജ് വിദ്യാഭ്യാസവും കംപ്ലീറ്റ് ആയില്ല. അവിടെ ഒരു വഴക്കൊക്കെ കാണാൻ. അപ്പോൾ ചേട്ടൻ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, പിന്നെ ഇത്രാം തീയതി രാവിലേക്ക് പിന്നെ കൗമുദി വരാറുണ്ട്. കൗമുദി അന്ന് വഞ്ചിയൂരാണ്. വഞ്ചിയൂർ കൃഷ്ണനായരെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിലാണ്. അപ്പോൾ അന്നവിടെ കൈനികര സാറും കൈനികര പെണ്ണുള്ളയും കേവാലക്ഷ്മിയുമാണ് പത്രാധിപർ. വിജയരാഘവൻ പിന്നെ സിറ്റിയുടെ ചാർജ്. അന്നെല്ലാം വൻ കൈകളാണ്. CN ഷീണ്ടനായർ, എൻ്റെ ജ്യേഷ്ഠൻ ജി വേണുഗോപാൽ, P കർമ്മേന്ദ്രൻ, അങ്ങനെ ഒരു ബാച്ചാണ്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എന്നെ അതിനാണോ വിളിച്ചത്? അപ്പോൾ ഞാൻ വിചാരിച്ച ഓഫീസിൽ വല്ലതും പിന്നെ ക്ലാർക്കായിട്ട് ഇരിക്കാനായിട്ടായിരിക്കും എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നേരെ ബാലണ്ണൻ്റെ മുമ്പേ ചാടി. അപ്പോൾ ബാലണ്ണൻ്റെ അടുത്ത് വേണം പറഞ്ഞിരുന്നത് കേബാലകൃഷ്ണൻ. എന്നെ ഒരു പെരട്ടൊക്കെ വിരട്ടി റെഡിയാക്കി. നീ ഏത് പത്രമാണ് എന്ന് ഇംഗ്ലീഷ് പത്രം ഏതാ വായിക്കും? അന്ന് മലയാളം പത്രം അന്ന് വായിക്കുന്നത്. കുറേ നേരം സംസാരിച്ചിട്ടാ നിന്നെ അങ്ങനെയൊന്നും സംസാരിച്ചേക്കില്ല, രാവിലെ വാങ്ങുന്നത്. ഞാൻ മറ്റേന്ന് ചെന്നു. അന്ന് MS മണി എന്ന് പറഞ്ഞ കേരളമന്തിയിൽ MS മണിയല്ല, മറ്റൊരാളുണ്ടായിരുന്നു. ഒരു സ്ലീപ്പേഴ്സൊക്കെ വഴി നിന്നൊക്കെ ഒരു കഥയൊക്കെ വന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാമിയാണ് നമ്മുടെ ചാർജ്. അന്ന് ജയേന്ദ്രൻ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ജയേന്ദ്രൻ എന്നെക്കാളും മുമ്പേ കൗമുദി കയറിയതാണ്. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ ജയേന്ദ്രൻ എനിക്ക് കൊല്ലത്ത് മലയാള രാജ്യത്ത് പോയിരുന്നത്. ഏതായാലും മണിസ്വാമിയുടെ പിന്നെ സെക്ഷനിലാണ്. അപ്പോൾ സ്വാമിയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക പത്രപ്രവർത്തനമാണ്. സമയമാകുമ്പം അന്ന് 9 മണി 9:30 മണിയാകുമ്പം പത്രം അടിക്കണം. റോട്ടറിയാണ്. പിന്നെ എല്ലായിടത്തും കെട്ടു പോകാനായിട്ട്. അപ്പോൾ അർദ്ധരാത്രിയുള്ള പണികളൊന്നുമില്ല. അന്ന് അങ്ങനെ ഇതിരിക്കുമ്പോൾ സ്വാമിക്കാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ പത്രങ്ങളും പിന്നെ അവസാനമാകുമ്പോൾ ഒരുമാതിരി തുറന്നിട്ട ജന്നല പോലെ ഇരിക്കും ഈ പത്രങ്ങളൊക്കെ. അതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഒരു ലീഡൊക്കെ മാറ്റി ഹെഡിങ്ങൊക്കെ മാറ്റി കുറേ ഇടും, കുറേ ട്രാൻസ്ലേറ്റ് ചെയ്യും. PT കുറേ ട്രാൻസ്ലേറ്റ്. അങ്ങനെയാണ് കൗമുദിയിൽ ഞാൻ പിന്നെ EMSൻ്റെ ആദ്യ ഭരണകാലത്ത് പിന്നെ 50 അവസാനമൊക്കെ ആകുമ്പോൾ കയറുന്നു. അവിടുന്ന് പിന്നെ അന്നും എനിക്ക് സ്പോർട്സിൻ്റെ വലിയ താല്പര്യമുള്ള ആളാണ്. സ്പോർട്സിൽ കളയിലൊക്കെ ഫുട്ബോളിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ അന്ന് കൂടുതലും ഇത് ചെയ്യണ വഞ്ചിയൂർ കോടതിയാണ്. അപ്പോൾ കോടതിയിൽ വലിയ പ്രമാദമായ കേസുകളൊക്കെ വരുമ്പോൾ പിന്നെ മറ്റു പത്രക്കാരൊന്നും അങ്ങനെ വരാറില്ല. അന്ന് മള്ളൂർ ഗോവിന്ദപിള്ളയൊക്കെ ഉള്ള സെഷൻസിൻ്റെ ചാർജ്, സെഷൻസിൻ്റെ ആളാണ് മള്ളൂർ. അല്ല, അദ്ദേഹം അന്ന് അവിടുത്തെ ലീഡിങ് അഡ്വക്കേറ്റാണ്. എടാപടം പിന്നെ ഇദ്ദേഹം KG കുഞ്ഞിഷുള്ള അവരൊക്കെയാണ് ലീഡിങ് ആളുകൾ. അപ്പം ദേവസ്യ സെഷൻസിൻ്റെ ജഡ്ജിയാണ്. വലിയ രസമാണ്.
സെഷൻസിലൊക്കെ ചെന്നാൽ ദേവസ്യ പിന്നെ സെഷൻസ് ഇരിക്കും. താഴെ അദ്ദേഹത്തിൻ്റെ ഗുരുഭൂതനായ മള്ളൂർ ആരെയും ഭവിക്കാത്ത അങ്ങനെയാണ് ബാധിക്കുന്നത്. എന്ത് പറഞ്ഞാലും കോടതിയിൽ നിന്ന് ഇടപെടാൻ വയ്യാത്ത രീതിയാണ്. അങ്ങനെയൊക്കെ ഈ വളരെ പ്രമാദമായ കേസ്. അങ്ങനെ ഒരു കേസ് വന്നപ്പോഴാണ് പിന്നെ ട്രിവാൻഡ്രത്തെ എല്ലാം വലിയ ലീഡിങ് അഡ്വക്കേറ്റ്സ് ഒക്കെ രണ്ട് സൈഡിലായിട്ട്. അപ്പോൾ ഒരു കള്ളനോട്ടീസായിരുന്നു. അപ്പോൾ കൊച്ചി പിന്നെ ചാല മാർക്കറ്റിലെ കുറേ വലിയ കടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാം പ്രതി ആ കേസ് മുഴുവൻ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ എനിക്ക് പ്രതിക്കൂട്ടിൻ്റെ അടുത്തൊരു കസേരയിട്ട് തരും. അപ്പോൾ ഞാൻ മാത്രമേ കാണുള്ളൂ ഒരു പത്രക്കാരൻ, വേറെ ആരുമില്ല. അത് മള്ളൂരിൻ്റെ ഈ പിന്നെ സ്മരണീയയിലൊക്കെ ഈ പിന്നെ എൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഒരുപാട് ആർഗ്യുമെൻ്റ് കിട്ടും. അപ്പം മള്ളൂർ കെ ജി പിന്നെ പങ്കാശൻ നായർ, ഋഷിയേശൻ നായർ, അന്നന്ന് ഇവിടുത്തെ ഏറ്റവും ലീഡിങ് അഡ്വക്കേറ്റ്സ് അവരാണ് പ്രതികൾക്ക്. പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഗോവിന്ദപിള്ള സാർ. അപ്പോൾ ഗോവിന്ദപിള്ള സാറിനെ എനിക്കറിയാം. അവൻ്റെ സാറിൻ്റെ മകൻ നാരായണൻകുട്ടി അന്ന് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ PSUയിലൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊക്കെ ആയിരുന്നു. എന്നെക്കാൾ ഒരുപാട് ജൂനിയർ പയ്യനാണ്, ഇപ്പോൾ ഇല്ല, നോ മോർ. അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യാൻ പോകും. അത് കൗമുദിയിൽ മാത്രമേ വരുള്ളൂ. അങ്ങനെ കൗമുദിക്ക് ട്രിവാൻഡ്രത്ത് കുറേ ഇതൊക്കെയുള്ള സമയമാണ്. അത് കഴിഞ്ഞ് ഈ സാമ്പത്തികമായിട്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലായി പത്രം ഓടിക്കാൻ. അപ്പോൾ കൈനികര സാർ അവിടെ വരുമൊന്നുമില്ല, തൊട്ടടുത്തല്ലേ വീട്. അപ്പോൾ സാറിന് രണ്ട് പത്രം കൊടുത്തയക്കണം. ഒരു പത്രത്തിൽ സാറ് തെറ്റൊക്കെ തിരുത്തി അയക്കും. അപ്പോൾ സാറ് ഭയങ്കര ഹ്യൂമറും ഭയങ്കര രസമാണ്. അപ്പോൾ സാർ ഒരു ദിവസം അതിലെഴുതി വെച്ച്, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ എളുപ്പം ശരി ചൂണ്ടിക്കാണിക്കണം, നാളെ തൊട്ട് ഒരു പത്രം മതി. അങ്ങനത്തെ കാലഘട്ടം. അങ്ങനെ ഈ കോടതി റിപ്പോർട്ടിങ് പിന്നെ ആണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എല്ലാ അഡ്വക്കേറ്റ്സും അപ്പം അവർക്ക് ചെറിയ പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. അവരെല്ലാം വന്നിരുന്നു. മള്ളൂർ മാത്രം മൈൻഡ് ചെയ്യില്ല, തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ അദ്ദേഹം ഒന്ന് ഓരോ റൂളിങ്സൊക്കെ പിന്നെ മജിസ്ട്രേറ്റ് മോഹൻദാസിനെയൊക്കെ മോഹനേന്ദ്രനെയൊക്കെ വിസ്തരിക്കുമ്പോൾ പിന്നെ സുപ്രീം കോടതി AAR ആളിൻ്റെ ജേണലിൽ ഇന്ന പേജ് ഇന്ന പാരഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വിളിച്ച് പറയും. എന്നിട്ട് പിന്നെ ഭയങ്കര അവിടെ വലിയ ഈ ടെറർ ഒക്കെ ഇതുണ്ടായതും അങ്ങനെ ഭയങ്കര ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ അത് കഴിഞ്ഞ് കൗമുദി സാമ്പത്തികമായിട്ട് ഇത് ചെയ്ത് പലരും കുളത്തുങ്കൽ പോത്തനൊക്കെ, അന്ന് കുളത്തുങ്കൽ പോത്തൻ കമ്മ്യൂണിസ്റ്റാണ്. അപ്പം കമ്മ്യൂണിസ്റ്റ് RSV ഭയങ്കര പോര് നടക്കുന്ന സമയമാണ്. ഈ ക്ഷീണം ചേട്ടനും എമ്പങ്ങുന്നവരുമായിട്ട് മറ്റേ മർമ്മത്ത് നോക്കിയിടിയും പത്തൽ കൊണ്ടടിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളുണ്ടായിരുന്നു. മർമ്മത്ത് ഇടിക്കുന്ന എമ്പങ്ങുന്നവരും പത്തൽ കൊണ്ട് തിരിച്ചടിക്കുന്ന ക്ഷീണം ചേട്ടന്. എങ്കിലും ഈ വ്യക്തിപരമായ ബന്ധത്തിൽ കുളത്തുങ്കൽ പോത്താന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ വലിയ അദ്ദേഹമൊക്കെ ഏറ്റെടുക്കാനൊക്കെ പോയി. അപ്പം ഞങ്ങൾക്ക് പകുതി ആശ്വാസം. അപ്പോൾ അന്ന് ഇവരേറ്റെടുത്ത പൈസയൊക്കെ കിട്ടും. അല്ലാതെ ഇവരെന്ന് പറയണത് ശമ്പളം എന്ന് പറയണത് 75 രൂപയാണ്. അപ്പോൾ കൊല്ലത്ത് ഈ ശങ്കറിൻ്റെ ഒരു വലിയ ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു, സദാനന്ദൻ എന്ന് വന്നു. അയാളാണ് ഇവിടെ മാനേജരായിട്ട് വന്നു. അയാളാണ് ഇതെല്ലാം മിസ്മാൻ ഇവൻ്റ് കൊണ്ടെല്ലാം കിടക്ക് നല്ല സർക്കുലേഷൻ വന്നതാണ്. 9,000 വരെ അടുപ്പിച്ച് ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കളഞ്ഞു വിളിച്ചു. അപ്പം 30 രൂപ വെച്ച് 2 തവണ, പിന്നെ 10 രൂപ, അങ്ങനെയാണ് 75 രൂപയ്ക്ക് മേടിക്കുന്നത്. അപ്പോൾ വേണനാണ് എൻ്റെ ജ്യേഷ്ഠൻ വേണുഗോപാലാണ് സിറ്റി കറസ്പോണ്ടൻ്റ്. അപ്പോൾ ആ സമയത്താണ് ബഡ്ജറ്റ് ചോർച്ചയുടെ കോപ്പി പിന്നെ ജ്യേഷ്ഠൻ്റെ ഇതിലടിക്കുന്ന. അച്യുതമേനോൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാതെ നിയമസഭ പിരിയുകയും സഭയിൽ ഈ ഫിഗേഴ്സും മെയിൻ ഐറ്റംസിൻ്റെയൊക്കെ ഫിഗേഴ്സൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ അടുത്ത് പത്രം ഇങ്ങനെ പൊക്കി പിടിച്ച് അങ്ങനെ ഇതായി. പിന്നെ കുറേ കാലം ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ EMSൻ്റെ ആദ്യത്തെ ഭരണം. ഏതായാലും ഈ മാനവീയൻ്റെ ഇതുകൊണ്ട് പത്രം പൂട്ടി.
ഞാൻ ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴത്തെ സിനിമാ നടൻ ടി.പി. മാധവനൊക്കെ ഞാനവന് ഒക്കെ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവൻ സിനിമയിലൊക്കെ കൽക്കട്ടയിലെ ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ നിന്നൊക്കെ അവിടെ വന്നിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ ഇത് ചെയ്തിട്ട് ബോംബെയിലുണ്ട്. അവിടുത്തെ സാസുണ്ടാക്ക് എന്ന് പറയുന്നത് അവിടെയാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓഫീസ്. അപ്പോൾ അവിടെ ചെന്ന് ഈ ബോംബെയിൽ പോയി ചില്ലറ ജോലികളൊക്കെ ചെയ്തും ചെയ്യാതെയും അരപ്പട്ടിണിയും ഇങ്ങനെയൊക്കെ കഴിയും. അമ്മയുടെ അകത്ത് വരുമ്പോൾ ഗേറ്റ് വേ ചെന്നിരുന്ന് മോങ്ങും. ഗേറ്റ് വേയുടെ അടുത്ത് ഈ ടാജിലൊക്കെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നതിൻ്റെ തൊട്ട ഗള്ളിയിൽ അവന് സ്ട്രീറ്റിലാണ് അബ്ബാസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഫത്തലാലിൻ്റെയൊക്കെ ഒരുപാട് ഫുട്ബോളേഴ്സൊക്കെ താമസിക്കും, ബാച്ചിലേഴ്സ്. അങ്ങനെ അവിടെ പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പിന്നെ ചെറിയൊരു പണി കിട്ടി. അല്ല, അവിടെ നിന്ന് ഞാൻ അല്ല ബോംബെയിൽ നിന്ന് ഞാൻ തിരിച്ചും പിന്നെ വൈകുന്നേരം അല്ല ഈ കൊച്ചു പണിയെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ നേരെ ചേട്ടൻ അന്ന് മദ്രാസിൽ ICFിലുണ്ട്. അപ്പോൾ അവിടെ ഒരു കേസൊക്കെ ആയി, പോലീസ് കേസൊക്കെ ആയി, മഹാശല്യമായി. അപ്പം 2 ചേട്ടന്മാർ 50 രൂപ വെച്ച് അയക്കും, 100 രൂപ, 30 രൂപ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം, ബാക്കിയൊക്കെയാണ് 70 രൂപ വെച്ച് വാടക കഴിഞ്ഞു പോവുക. പിന്നെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് മറക്കാൻ ഒക്കാത്ത ഏറ്റവും വലിയ സംഭവം അപ്പോഴുണ്ടായത് അതാണ്. എനിക്ക് കൊച്ചിലെ എൻ്റെ മൂത്ത ജ്യേഷ്ഠനുണ്ട് വാർസഡീച്ചർ. അപ്പോൾ അദ്ദേഹമാണ് ഈ പാട്ടിലൊക്കെ താല്പര്യമുണ്ട്. അദ്ദേഹം വരുമ്പോൾ കൊണ്ടുവന്ന അത്രയും സൈഗാൾ പങ്കജ്മെൻറ്റ് 40സിലെ ഏറ്റവും വലിയ ഇതായിരുന്നില്ല. അപ്പം സോജയി മുതിർഗാസമാന ഗൈസാണൊക്കെ പറഞ്ഞു. അത് എനിക്ക് അത് എന്നും കേട്ടേ ഒക്കുള്ളൂ, എന്നും കേൾക്കും. മർസഡീസിൽ നിന്ന് വന്നതിന് ശേഷം രണ്ടാമത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് വെച്ചാൽ പൂർത്തിയായിട്ട് വരുന്നത് കണ്ടമാനം ബുക്സും ഇതുമായിട്ടാണ്, ഈ റെക്കോർഡ്സും. അങ്ങനെ ഞാൻ പങ്കജ് മല്ലിക്കിൻ്റെ എവിടെ ഗോരഖനിലോ പിന്നെ അവിടെ സാവറി ബസാറിൽ എവിടെ സ്ഥലം പോലും എനിക്കറിയില്ല. മഴയൊക്കെ നനഞ്ഞ് പോയി, പോലീസൊക്കെ പിടിച്ച് വിരട്ടി പൊട്ടിച്ച് വലിയ പാടുപെട്ട് അവിടെ പോയി 2 തവണ പങ്കജ് മല്ലിക്കിനെ നേരിട്ട് കേട്ടു. ഇന്നിപ്പോൾ തിരുവിതാംകൂറിലൊന്നും ആരും പങ്കജ് മല്ലിക്കിനെ നേരിട്ട് കേട്ട് ആരും കാണില്ല. മലബാറിൽ എൻ്റെ പ്രായത്തിലുള്ള വയസ്സായ ആളുകളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇവിടെയെങ്കിലും ഏതായാലും ആരും കാണാനില്ല. അങ്ങനെ പങ്കജ് മല്ലിക്കിൻ്റെ ഞാൻ ഏറ്റവും എന്നും കേട്ടിട്ടുണ്ടെന്ന് ചിലപ്പോൾ എനിക്ക് ഊസറിയാസുമാണ് ഇതെല്ലാം നേരിട്ട് ജീവിതത്തിൽ ഏറ്റവും ഞാൻ മറക്കാൻ ഒക്കാത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാൻ ഈ കേസൊക്കെ കോടതിയിൽ കേസൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്നുള്ള കമ്പനികളൊക്കെ ഉദയൻ റെൻറ്റോ നായിഡു എന്നൊക്കെ പറഞ്ഞ് ആ സെറ്റുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും അവിടെയും കമ്പനിയും ഭക്ഷണത്തരമൊക്കെ ആയി. അങ്ങനെ ഈ ചേട്ടൻ നേരെ വിളിച്ച് മദ്രാസിൽ വന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അഡ്വർടൈസിങ് സെക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം വേണൻ എൻ്റെ ജ്യേഷ്ഠൻ കേരളം കയറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ കൗമുദിയിൽ ഇതുള്ളത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ അവിടെ വെച്ചും ബോംബെ വെച്ചും ഈ മഹാനഗറൊക്കെ ഇറങ്ങിയ സമയമാണ് സത്യജിത്രയുടെ. അതിൻ്റെ പിന്നെ ചെന്ന് അപ്പോൾ അന്ന് മഹാനഗർ കാണാൻ പോകുമ്പോൾ അത്രയും മലയാളികൾ തന്നെ അതിൻ്റെ റിവ്യൂ ഒക്കെ എഴുതി കൗമുദി ഉണ്ടായിരുന്നു. കൗമുദി വാരികയും കേരളമതിലും വരും. ഞാൻ കേരളമതി കയറുന്ന മുമ്പേ അപ്പോഴേ വേണ്ണൻ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ടും പിന്നെ ട്രിപ്ലിക്കേനിൽ ഈ ചിൽഡ്രൻസ് തിയേറ്ററിൽ ഫോറിൻ ഫിലിംസ് വരും. അങ്ങനെ യുക്വാരിസു, പിന്നെ നൈഫ് ഇൻ ദ വാട്ടർ, പിന്നെ ഈ പിന്നെ അത്തരം ഇതൊക്കെ കേരളമതിയിൽ റിവ്യൂ ചെയ്തു പേര് വെച്ചൊക്കെ. അന്ന് ഞാൻ കേരളമതിലായിട്ടില്ല. അപ്പോൾ പൊളാൻസ്കിയുടെ ഒരു ചെറിയ പൊളാൻസ്കിയുടെ ലൈഫ് സ്കെച്ച് പോലെ എല്ലാം കൊടുത്തിട്ടാണ് ഫിലിമിനൊക്കെ കൊടുത്തത്. അതിനുള്ള ഇതൊക്കെ ലൈബ്രറിയിലൊക്കെ കിട്ടും. അങ്ങനെ കേരളമതിയിൽ വരുന്നുമ്പേ തന്നെ കേരളമതിൽ ചെറുതായിട്ട് എഴുതിക്കൊണ്ടിരുന്നു സിനിമ വേണ്ടെന്നുള്ളതാണ്. അങ്ങനെ മണിയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് വരാമെന്ന്. അങ്ങനെ ഞാൻ
മദ്രാസിലുള്ള ചെറിയ ജോലി രാജിവെച്ചിട്ട് ഇവിടെ വന്ന് കേരളമതി ചേർന്നു. അപ്പോൾ കേരളമതി വന്നപ്പോൾ പിന്നെ മണിയായിട്ട് ഭയങ്കര ആദ്യം വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു, പിന്നെ വളരെ ക്ലോസായി. അവിടെ വന്നിട്ട് പിന്നെ കൂടുതൽ ഈ എടുത്തു പറയത്തക്കോണം ഉള്ള സംഭവം എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഈ സ്പോർട്സിൻ്റെ കേരളമതിയിൽ, അത് ഇപ്പം ഞാനായിട്ട് പറയല്ല എങ്കിലും ഈ സ്പോർട്സിൻ്റെ ഒരു ഇതിന് ഒരുപാട് പിന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഈ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ളത് എൻ്റെ ശ്രമമാണ് കൂടുതലുണ്ടായത്. അതുവരെ അറപ്പുര ഭാസ്കരൻ, ദേവദൂത് എന്നൊക്കെ പറഞ്ഞും അരവിന്ദനും അരവിന്ദനൊക്കെ എഴുതുകയൊക്കെ ചെയ്യാനും. അപ്പോൾ അവർ കളിയുടെ ഒരു വളരെ അപ്പം ഒരു ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് അതുവരെയുള്ള ഫുട്ബോൾ ചരിത്രമേ പിന്നെ വായനയേ ഉള്ളൂ, അത് കഴിഞ്ഞില്ല. അപ്പോൾ പണ്ട് ബാലേണ്ണൻ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് നമ്പേഴ്സൊക്കെ പിന്നെ ഒബ്സർവറും പിന്നെ ടൈംസും പിന്നെ ന്യൂയോർക്ക് ടൈംസിൻ്റെയൊക്കെ ഇവിടെയുള്ള എംബസി, ബോംബെയിലെ ഡൽഹിയിലുള്ള എംബസി, കോൺസുലേറ്റ്, അവിടെ നിന്ന് ബാക്ക് നമ്പേഴ്സൊക്കെ വരുത്തി. കേരളത്തിൽ അതില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ജെഫ്രി ഗ്രീനിൻ്റെയൊക്കെ റിപ്പോർട്ട്, അയാൾ കവിത പോലെ ഫുട്ബോൾ റിപ്പോർട്ട്, ഗംഭീര റിപ്പോർട്ട്. ഈ ഇംഗ്ലണ്ടൊക്കെ 60 ഇത് കിട്ടുമ്പോൾ, ജൂലിയ റമ കിട്ടുമ്പോൾ ജൂലിയ റമയുടെ ആണോ രാജ്ഞിയുടെ കണ്ണീർ കണ്ണുനീർ തുള്ളിയുടേതിനാണോ വാല്യൂ എന്ന് ജെഫ്രി. അങ്ങേരെയാണ് ഞാൻ ഇങ്ങനെ അനുകരിച്ച് അങ്ങനെ വന്നിട്ട് സീരിയസ് ആയിട്ട് ഇത് ചെയ്ത് അതിലേറ്റവും പിന്നെ ഈ ഇവിടെ വന്നിട്ട് ഈ പിന്നെ സ്പോർട്സിൻ്റെ സീരിയസ് ആയിട്ട് പിന്നെ വെറുതെ ഈ ജഗ്ലറി ഇല്ലാതെ മറ്റേ ചുമ്മാ അങ്ങോട്ട് പോയി ഒരു കളി എന്താണെന്നുള്ള ആ റിപ്പോർട്ട് കുറ്റമായിട്ട് പറയല്ല, എങ്കിലും അങ്ങനെ ഒരിതില്ലായിരുന്നു. അപ്പോൾ ആ സീരിയസ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു തുടക്കത്തിന് എൻ്റെ ഇതുണ്ട്. അപ്പം മണിയാണ് അതിനെ സഹായിച്ചത്. ആദ്യം പിന്നെ നിയമസഭയൊക്കെ വരുമ്പോഴേ നിയമസഭാ റിപ്പോർട്ട് വിജയരാഘവൻ്റെ ഇതിലാണ് വരുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വരുമ്പം ഞാനും ജയേന്ദ്രനും വന്നു കഴിഞ്ഞു. മലയാള രാജ്യം വിട്ട് കൊല്ലത്തുനിന്ന് ജയേന്ദ്രൻ കേരളത്തിൽ നിന്ന്. അപ്പോൾ അവൻ ഞാനും കൗമുദിയിലുണ്ടായിരുന്നു. അല്ല, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് സംശയമാണ്. അത് അവൻ എന്നെ പോയിന്ന് തോന്നുന്നു. എന്നെക്കാളും മുമ്പേ അവൻ കയറി പത്രത്തിൽ. അപ്പോൾ ഈ പിന്നെ ഇത് വന്നു കഴിഞ്ഞ് നിയമസഭയുടെ ഇതിനൊക്കെ പോകും. അപ്പോൾ വിജയരാഘവൻ്റെ ഭയങ്കര ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്. പിന്നെ അദ്ദേഹത്തിന് ആരെയും വിശ്വാസമില്ല. അങ്ങനെ എന്നെ എല്ലാം എഴുതിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള ആളാണ്. എന്ന് വെച്ചാൽ അത്ര ഓതൻറ്റിക് ആയിരിക്കും, ഒരു പെശകും ആ റിപ്പോർട്ട് വരില്ല, വളരെ എഴുത്തൊന്നുമില്ല. അപ്പം നിയമസഭാ കാലമൊക്കെ വരുമ്പോൾ ആദ്യം പിടിക്കുന്നത് എൻ്റെ കഴുത്തിലാണ്, ഈ സ്പോർട്സാണ്. അതാണ് അടുത്ത് കൊഞ്ചെടുത്ത് പിടികളാണ്. സ്പോർട്സാണ് ആദ്യത്തെ അത്യായുധം. അപ്പം ഞാൻ ഭയങ്കര ദേഷ്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ അറിയും സ്പോർട്സ് ഇല്ലാതെ പത്രം നടക്കാത്ത. അപ്പം മണി പറഞ്ഞ് ചെവി കേൾക്കാൻ പറ്റില്ല ഇയാളെ കാര്യം കൊണ്ട് എന്ന് പറഞ്ഞ് മണിയാണ് ചെന്ന് ഈ സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് സ്ഥിരമായിട്ട് അതിൽ എന്തെങ്കിലും സ്പോർട്സ് എന്നൊരു ചെറിയ ഒരു സിംഗിൾ കോളം ഇത് കൊടുത്തിട്ട് ഇത് വേണമായി അങ്ങനെ. അപ്പോൾ പത്രാധിപർക്കൊന്നും വലിയ താല്പര്യമില്ല. അതിൽ വലിയ ഏറ്റവും വിശേഷം എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സുകാരുടെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ പോയതാണ്. അതാണ് അതിലെ വേറൊരു രസം. ഇന്നിപ്പോൾ വലിയ സ്പോർട്സിൻ്റെ പ്രാധാന്യം. കൊല്ലത്ത് സന്തോഷ് ട്രോഫി നടക്കുമ്പോഴേ അന്ന് 3 ദിവസമേ ഞങ്ങൾക്ക് പണിയുള്ളൂ. ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി 12 മണിയാകുമ്പം നേരത്തെ പത്രം അടിക്കണം. അവിടെയും റോട്ടറിയാകുന്നു. അപ്പോൾ ഞാൻ ഹാഫ് ഡേ ആയതുകൊണ്ട് കൊല്ലത്ത് പോയി സന്തോഷ് ട്രോഫി ഫൈനൽ കാണാൻ. അന്ന് ഡ്രോ ആയി കളി. അപ്പം ഞാൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ഡ്രോ ആയി നാളെ. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാനാണ് റിപ്പോർട്ട് ചെയ്തത്, തമ്പിയൊന്നുമല്ല. ഞാൻ സീരിയസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തു, സീരിയസ് ആയിട്ട് ഇന്ന് തന്നെ വാക്ക് ഞാൻ ഉപയോഗിക്കുക. അപ്പം ഞാൻ പറഞ്ഞു നാളെ പിന്നെ സന്തോഷ രണ്ടാം റീപ്ലേ നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ വരില്ല. അതിനടുത്ത ദിവസം ഞാൻ അപ്പോൾ എൻ്റെ റിപ്പോർട്ട് 2ാം ദിവസം വന്നു. ഫൈനൽ കഴിഞ്ഞ് ഇവിടെ വന്നപ്പം ഭയങ്കര ബഹളം.
പത്രം വരെ കണ്ടിട്ട് ഓഫീസ് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വിജയം. ഞാൻ സ്പോർട്സിന് താല്പര്യം കാണിച്ച് പുറത്താവാൻ പോയതാണ്. ആ മണി വന്ന് മണി എങ്ങും തൊടാത്ത പറ്റി പറഞ്ഞു, അച്ഛൻ എന്നെ കണ്ടിട്ട് മതി അച്ഛൻ. മണിക്ക് ഈ ഞാൻ ചെയ്ത വലിയ തെറ്റാണെന്നൊരു തോന്നലില്ല വാസ്തവത്തിൽ. ഞാനല്ല റിപ്പോർട്ട് ചെയ്തു, ഞാൻ പൈസയ്ക്കൊന്നും അല്ലല്ലോ. അപ്പം എങ്ങും തൊടാത്ത പറ്റി അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ വേറെ എല്ലാവരും അഡ്വൈസ്. പിന്നെ ആ പത്രവായി പറഞ്ഞു, ഒന്നും തിരിച്ചു പറയരുത്, കേട്ടോണ്ടിരിക്കണം. അന്നും ഈ ഒരു പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. എനിക്കെല്ലാം ഒരു പരിധി വിട്ടാണെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക, റിസ്ക് എടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പത്രവായർ ഇരിക്കുകയാണ്, നോട്ടൊക്കെ നോക്കിയിട്ട് ഒന്നും അറിയാത്ത. ഞാൻ പറഞ്ഞത് പത്രവായരെ കണ്ടിട്ട് കയറിയാൽ മതി. എന്തിന്? അപ്പോൾ ഞാൻ പറഞ്ഞതിനെ ഫുട്ബോൾ കാണാൻ പോയി കൊല്ലത്ത്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ കളിയൊക്കെ വലിയ താല്പര്യമാണ്. ഞാൻ പറഞ്ഞത് അതാണ്. എന്നാൽ പിന്നെ കളിയുമായിട്ട് നടന്നാൽ മതി. ഇത് കാര്യമായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഞാൻ വാടക കെട്ടിടത്തിൽ 1940 500 കോപ്പിയായിട്ട് തുടങ്ങിയതാണ്. ഒരുപാട് കഷ്ടപ്പെട്ട്. അപ്പം എനിക്കതിൽ കളിയില്ല, കാര്യമേ ഉള്ളൂ. എന്നാൽ കളിയാണെങ്കിൽ അതാണ് എന്ന് പറഞ്ഞ് എന്നെ കുറേ ഫയർ ചെയ്തു. ദേഷ്യത്തിലല്ല, കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് വലിയ പേടിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നെ ഒരുപാട് വെരട്ടിയാണ് എല്ലാവരും വിട്ടു, ഒന്നും പറയല്ലോ പത്രമായിട്ടോട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഈ വരണ ഒരു കാലഘട്ടത്തിൽ സ്പോർട്സ് ഇല്ലാതെന്നും പത്രം ഇറങ്ങാൻ പോകുന്നില്ല. അപ്പോൾ സ്പോർട്സിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. എല്ലാ പത്രങ്ങളിലും മസ്റ്റായിട്ട് സ്പോർട്സ് കവർ ചെയ്തേ പറ്റുള്ളൂ. ഞാനാണ് റിപ്പോർട്ട് ചെയ്തത്. ഞാനല്ലാതെ ഞാൻ കളി കണ്ട് രസിച്ചു, അത് ശരി തന്നെ. പക്ഷെ ഞാൻ തന്നെയാണ് 2 ദിവസം റിപ്പോർട്ട് ചെയ്തത്. അപ്പം പത്രം അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് പത്രത്തിനായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ള മട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി. നല്ല ഉദ്ദേശത്താണ് പത്രത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. ഒരുപാട് പേരെല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ കളി കാണണം. പിന്നെ പെട്ടെന്ന് ഭാഷ മാറ്റി കുഞ്ഞെന്ന്. അപ്പോൾ ഒരുപാട് ഒരു ആർട്ടിക്കിൾ ഇറങ്ങി എഴുതിയിട്ടുണ്ട്, എന്നെ കുഞ്ഞെന്ന്. പത്രായിരം ഒരു നല്ല സ്വഭാവം വരുമ്പോൾ എല്ലാവരും കുഞ്ഞെന്ന് എന്നെ വിളിച്ചു. ആദ്യം കുറേ ഫയർ ചെയ്യും, അത് കേട്ടേ വെക്കുള്ളൂ. അത് ഭയങ്കര നിശ്ചിതമായതാണ്. അങ്ങനെ ഒരു ഇതിലൂടെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഈ കേരളത്തിലുള്ള എല്ലാ സ്പോർട്സ് ഇവൻറ്റ്സും കോഴിക്കോട്ടും കോട്ടയത്തും പാലയിലും എറണാകുളവും എല്ലായിടത്തും ഞാൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് അവസാനം അവിടെ ഒരു സമരം വന്നതിന് ശേഷം എന്നെ ആലപ്പുഴയൊക്കെ ഓട്ടിച്ച്. ഞാൻ ആലപ്പുഴയിലായിരിക്കുമ്പോഴാണ് അവിടെ പുതുതായിട്ടൊരു എഡിറ്റർ വന്നു. ഞാൻ പേര് പറയണില്ല, അത് ഊഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നിൽക്കാൻ സ്ഥലം തരില്ല എന്നുള്ളതാണ്. ഭയങ്കര ശല്യം. അപ്പോൾ ഇടയ്ക്ക് ശമ്പളമൊന്നുമില്ലാതായി. നിയമപരമായിട്ടൊന്നുമല്ല, ശമ്പളമില്ല. സമരത്തിൽ പങ്കെടുത്ത ശമ്പളമില്ല. അപ്പോൾ ആലപ്പുഴ ആയിരിക്കുമ്പോൾ ഈ സ്പോർട്സ് ഇവൻറ്റ്സ് വരുമ്പോൾ സന്തോഷ് ട്രോഫിയോ ഈ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതോ വരുമ്പോൾ വിളിക്കും, ഒന്ന് പോകുമെന്നൊക്കെ പറഞ്ഞ് ഈ എന്നെ ഉപദ്രവിക്കുന്ന അയാൾ. അങ്ങനെ കോഴിക്കോട് പോകാൻ പറഞ്ഞു. കോഴിക്കോട് നിന്നൊന്ന് റിപ്പോർട്ട് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അല്ല, അവിടെ കോഴിക്കോട്ടൊക്കെ ആളുകൾ ദാമോദരനൊക്കെ ഉണ്ട്, അവരാരെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് 1 മണി ഇത് വന്നു പൈസ. അപ്പോൾ ഞാൻ വിചാരിച്ച് കളിയും കാണാമല്ലോ എന്ന് പറഞ്ഞ് പോയി അവിടെ ചെന്നിട്ട് കോഴിക്കോട്. അപ്പോൾ എനിക്ക് ഇതില്ല. അപ്പോൾ അവിടെ രവിമേനൊക്കെ അവിടെ അപ്രൻറ്റീസ് ചെയ്യുന്ന സമയമാണ്, കൊച്ചു അന്ന് അവിടെ മാത്യൂസ് എന്നൊക്കെ പറഞ്ഞൊരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് വന്നൊരാളെ എഡിറ്റർ. അപ്പോൾ ഞങ്ങളെന്ന് കുറേ പേര് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സമയം പത്രത്തിന് സഫർ ചെയ്യാതിരിക്കാൻ വേണ്ടി 2 ബുക്ക് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യണം. ഒന്നിൽ റിപ്പോർട്ട് നമ്മളൊക്കെ നിയമസഭയിലൊക്കെ ഇപ്പോൾ എഴുതുന്ന പോലെ റിപ്പോർട്ട് തന്നെ അങ്ങ് എഴുതിക്കൊണ്ട് പോകും. മറ്റതിൽ ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ഗോൾ സ്കോറിങ്ങോ ഇമ്പോർട്ടൻ്റ് സംഭവം എഴുതും. പിന്നെ അങ്ങനെ അപ്പോൾ കളി തീരുമ്പോൾ ഏതാണ്ട് എൻ്റെ റിപ്പോർട്ടും തീരും. ആ രീതിയിലാണ് അന്ന് എഴുതുന്നത്.
അന്ന് ഈ അപ്പോൾ കൊല്ലത്ത് എറണാകുളത്തൊക്കെ ആയിരിക്കുമ്പോൾ ആള് വരും, ഒരു പയ്യൻ വന്നിട്ട് ഇത് മേടിച്ച് പിന്നെ കളി തീരാറാകുമ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് വന്ന് റിപ്പോർട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് ഓഫീസിൽ ചെന്നിട്ട് ലീഡും അവസാന ഭാഗവും കൊടുക്കും. അപ്പോൾ അവർക്കും ഓഫീസിനും പിന്നെ സമയത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങേര് എന്നെപ്പോലെ ഒരുമാതിരി ചൂടനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒന്നും ആരെയും അയക്കാനൊന്നുമില്ല, അത് വരുമ്പം കൊടുത്ത് അതിലെന്തോ എന്നെ സെലക്ട് ചെയ്യണ മട്ടിൽ, അതായത് കൊടുക്കാന്നുള്ളിടത്തൊന്നും കൊടുക്കാമെന്നോ. അപ്പോൾ അങ്ങേര് നല്ല ടൈംസിലല്ല ഇവിടെ മാനേജ്മെൻറ്റ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോഡ്ജോ പിന്നെ ചില അതൊന്നല്ല ചോദിച്ചു. ഒരാൾ സ്കൂട്ടർ അവിടെ തടിലാറികളുടെ ഭയങ്കര ബഹളമുള്ള റൂട്ടാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് വെപ്രാളപ്പെട്ട് വരാനൊന്നും പറ്റത്തില്ല. അല്ല, ഇവിടെ ആ സമയത്ത് ആരെയും ഇല്ല ഇവിടെ അതിനുണ്ട്. അപ്പോൾ എനിക്കൊക്കെ ദേഷ്യം പറഞ്ഞെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇയാൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓഫീസിൽ നിന്ന് ഇത് ചെയ്ത് ഞാൻ വയ്യാന്ന് പറഞ്ഞ് പോകുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, വേറെ ആരെങ്കിലും ഇത് ചെയ്താൽ അത് നിങ്ങളാ. ഞാൻ പറഞ്ഞു, ഓഫീസിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, ഓഫീസ് തന്നെ എന്ത് ചെയ്യുന്നുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ആളയക്കാൻ ഇല്ലെങ്കിൽ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ. അവൻ ഈ രവിമേനുണ്ട്, ആ പയ്യെ അവൻ കൊച്ചിറക്കനാണ്. അവൻ എന്നെ അടുപ്പമൊന്നുമില്ല. അവൻ ഓടി വന്ന് എന്നെ പിടിച്ചിട്ട് പറഞ്ഞ്, സാറേ ഞാൻ വരാം, സാറ് പോവില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഇനി അത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ആലപ്പുഴയാണെന്ന് വർക്ക് ചെയ്യണം. അപ്പം രവിമേനെ ഏതിലും എഴുതിയിരുന്നു. രവിമേനൻ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഈ സംഭവത്തോടെ. അങ്ങനെ ഞാൻ പോയപ്പോൾ രവിമേനനെ എൻ്റെ അടുത്ത് പറഞ്ഞത്, താഞ്ഞൊന്ന് റിപ്പോർട്ട് ചെയ്യും, റിപ്പോർട്ടൊന്ന് പഠിച്ചാൽ മതി, അതിന് കുഴപ്പം. അങ്ങനെ ഈ പാലയിൽ പിന്നെ വോളിബോളിൻ്റെയും പിന്നെ അത്ലറ്റിക്സിൻ്റെയും ഈ സംഭവങ്ങളൊക്കെ എറണാകുളത്തും. അപ്പോൾ എറണാകുളത്ത് വന്നപ്പോഴാണ് പിന്നെ എൻ്റെ റിപ്പോർട്ടുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയ മട്ടിൽ അതിൽ മനോരമയുടെ രംഗനൊക്കെ പറഞ്ഞു, യദുവിൻ്റെ റിപ്പോർട്ടൊക്കെ ഡിസ്കഷനായി, നറേറ്റീവൊക്കെ വളരെ ഇതായിട്ടാണ്, അതുകൊണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സംഗതി എന്താണെന്ന് പറഞ്ഞാലേ, ആ എറണാകുളത്ത് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജെഫ്രി ഗ്രീനെ പിന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഭയങ്കര റിപ്പോർട്ട്. അവിടെ ബാക്ക് നമ്പേഴ്സ് വരും, ഈ ടൈംസിൻ്റെയും മാഞ്ചസ്റ്റർ ഗാർഡിയൻ, ഒബ്സർവർ, ലണ്ടൻ പത്രങ്ങളിലേക്ക് ബാക്ക്. അപ്പോൾ അതിൽ നോക്കി ഭയങ്കര റിപ്പോർട്ട്. അതുപോലെ പല ഇത് നോക്കി അങ്ങനെ പിന്നെ ഒരു ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന രീതിയിൽ എൻ്റെ ഒരു വിരുന്ന്. അന്നങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായി. കാരണം എന്ന് പറയാൻ പിന്നെ ഈ ചില റെഫറീസൊക്കെ പിന്നെ കാശൊക്കെ മേടിക്കുന്ന സമയമൊക്കെയാണ്. അത് ട്രിവാൻഡ്രത്തുമൊക്കെ ഉണ്ടായിരുന്നു. അവർ പിന്നെ വിസിൽ ചെയ്ത് ഓഫ് സൈഡിൽ നിന്ന് മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞില്ലാതെ, അപ്പോൾ ആ സംഭവ സ്ഥലത്ത് നിൽക്കുക, ദൂരെ നിന്ന് വിസിൽ ചെയ്യും. അപ്പോഴേ ഈ കരീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു പിന്നെ ഫുട്ബോൾ അസോസിയേഷൻ, അയാൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അയാൾ ഈ കളിയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞു തരാം. റെഫറി ഇങ്ങനെ വേല വയ്ക്കാൻ പോവുകയാണ്, അയാൾ ദൂരെ മാറി നിൽക്കണത് വിസിൽ ചെയ്ത് കളിയെ ഒതുക്കി ഡ്രൈ ആക്കാനാണ് നിങ്ങൾ. അപ്പോൾ ഇത് പിന്നെ അതുപോലെ തന്നെ മഴ വരുമ്പോഴേ അതിലൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ മഴ വരുമ്പോഴൊക്കെ പിന്നെ കൽക്കട്ട ടീമിന് അന്ന് പിന്നെ പി കെ ബാനർജിയുടെയൊക്കെ ഇതിൽ നടക്കുക. അപ്പം അങ്ങനെയൊക്കെ സിംഗിടിയൊക്കെയാണ് ഈ റെഫറിയായിട്ടൊക്കെ വരുന്നത്. അവർക്ക് ഈ മഴയത്ത് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യിക്കും, വെള്ളം അടിച്ചിട്ട് കോർട്ട് ഇട്ടിട്ട്. അപ്പോൾ എറണാകുളത്ത് നിന്ന് മഴയുടെ സമയമാണ്. അപ്പം മഴ വന്നപ്പോൾ ഒരു ദിവസം വന്ന് മഴയത്ത് രാവിലെ വന്നിട്ട് വൈകുന്നേരം മഴയുണ്ടെന്ന് അറിയാം, വൈകുന്നേരം ഓസ് വെച്ച് അടിക്കും. അപ്പോൾ കരിമന്ന് നിർത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ അയാളെ വിരട്ടി നിർത്തി. അപ്പോൾ അയാളാണ് പറയേണ്ടത് പറഞ്ഞത്, കളി വൈകുന്നേരം കുളമാക്കാനായിട്ട് പിന്നെ രാവിലെ വെള്ളം അടിക്കാം, മഴ വരുമെന്ന്. അത് ഞാൻ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ട് അതാണ് ഈ പിന്നെ ഫുട്ബോളിൻ്റെ ഒരു അന്ന് ഒന്നാമത്തെ കാര്യം, അവർ ഈ ബാക്ക് നമ്പേഴ്സ് സിറ്റി എറണാകുളത്തായിരിക്കും തന്നെ പ്രസ് ക്ലബ്ബിൽ വരണവർ പിന്നെ അതൊന്നും പറഞ്ഞു നോക്കാൻ പറ്റില്ല. ഇന്ത്യൻ സൊസൈറ്റി അതുവരെ പോകുന്നു. ഇതൊക്കെ അപാര ഗംഭീര റിപ്പോർട്ടുകളാണ്. അത് വായിച്ചാൽ തന്നെ നമുക്ക് അപ്പോൾ ഒരുപാട് ഐഡിയാസും ഒരു ഇൻസ്പിറേഷൻ ഇതൊക്കെ കിട്ടുന്നതാണ്.
അതാണ് ഒരു ശ്രദ്ധിക്കപ്പെടാനും എനിക്ക് ഉണ്ടായ ഒരു ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. അന്ന് ഈ പിന്നെ സ്കൂളിലെ വെച്ച് ഇൻ്റർ സ്കൂളിനൊക്കെ സ്കൂൾ ടീമിലുണ്ടായിരുന്നു. പിന്നെ ലാ കോളേജിൽ ഫുട്ബോൾ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അവിടെ ലാ കോളേജിലെ ഫുട്ബോൾ ക്യാപ്റ്റൻ അവിടെ വരണമല്ലേ, എല്ലാത്തിലും ആർക്കും ഒന്നും അറിഞ്ഞിടാ, അങ്ങനെയൊക്കെ ആയിരുന്നു. സ്പോർട്സ് സൈഡ് ഇതായിട്ട് അല്ല, സ്പോർട്സിന് പ്രത്യേക എഡിറ്ററൊന്നും ഇല്ലല്ലോ. ഞാൻ താല്പര്യപ്പെട്ട്, ഞാനല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ, പിന്നെ വേറൊരു കാര്യം ഒന്നും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹരി ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു, ഈ കേരളത്തിലെ ഫുട്ബോൾ ജൂനിയേഴ്സ് പിന്നെ ഇന്ത്യൻ ട്രോഫി നേടിയപ്പോൾ രാമേന്ദ്ര സാർ എൻ്റെ അടുത്ത് പറഞ്ഞ്, അങ്ങനെയാണ് ജീവിതത്തിൽ ഞാൻ ആകെ ഒരു എഡിറ്റോറിയൽ, സബ് എഡിറ്റോറിയൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ചെറിയ സബ് എഡിറ്റോറിയൽ ഈ കളിയെ പറ്റി. അന്ന് വേണമെന്ന് ഈ കേരളത്തിലെ ജൂനിയേഴ്സ് അവർ ജയിച്ചതിനെടുത്ത് പിന്നെ 1 and 2 കോളംസിൽ ഫ്രണ്ട് പേജിൽ കൊടുത്തു. ആരും എന്ന ഹരി അത് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്തതാണ്. അതൊക്കെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കി. ഒരു സൈഡിൽ, മറു സൈഡിൽ പിന്നെ ഇതാണ് പത്രത്തിൽ കളിയുടെ അടുത്ത് മെയിൻ 7-8 ആയിട്ടാണ്, 7-8 ആയിട്ട് കൊടുക്കും. അതിനെപ്പറ്റിയൊക്കെ അഭിപ്രായം ഉണ്ടായി. അങ്ങനെ ഫുട്ബോളിൻ്റെ അത് വന്ന്, അല്ല ഫുട്ബോളിനൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. കളി വരുമ്പം മധു എന്ന ടെന്നീസ് ക്ലബിൻ്റെ ആളല്ലേ, അപ്പോൾ മധു മണിയും പറയും, പോകാൻ പറയും, ഒന്ന് പോയിട്ട് കോട്ടയത്ത് വലിയ ഇതല്ലേ, ഇല്ലെങ്കിൽ എറണാകുളത്ത് പോകും. അപ്പോൾ എനിക്ക് കളി കാണാനുള്ള താല്പര്യം കൂടെ കൊണ്ട് ഞാനങ്ങ് പോകും. അപ്പം പിന്നെ അന്ന് വലിയ കളികളൊന്നും വെച്ചിട്ടൊന്നുമില്ല, അങ്ങ് പോവും. അല്ലാതെ സ്പോർട്സിന് പ്രത്യേകം എനിക്ക് ഇതൊന്നുമില്ലായിരുന്നു. ഇൻട്രസ്റ്റിംഗ് എന്നുള്ളത് നിയമസഭ സ്പെഷ്യൽ വരുമ്പം ഞാനും ചെയ്യുന്നുണ്ടൊക്കെ റിപ്പോർട്ട് ചെയ്യും. പിന്നെയുള്ള എടുത്തു പറയാമെന്നുള്ള ഒരുപാട് സംഭവങ്ങളില്ല. അങ്ങനെ എനിക്ക് അവിടുത്തെ സീരീസ്. പിന്നെ രണ്ടാമത് എടുത്തു പറയാമെന്നുള്ള ഒറ്റ സംഭവം എന്ന് പറയുന്നത് നക്സലൈറ്റ്, അത് അജിതയുടെ റിപ്പോർട്ട് ചെയ്യാൻ പോയത്. അതാണ് എടുത്തു പറയാവുന്ന എനിക്ക് പറയാമെന്നുള്ളൊരു സംഭവം. അതൊരു കാരണം എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ജയേന്ദ്രൻ ആണെന്ന് മാഗസിൻ്റെയൊക്കെ ചേർത്ത്. അപ്പോൾ അന്ന് സ്റ്റേറ്റ്സ്മാൻ വരും, നക്സൽബാരി തുടങ്ങിയ സമയമാണ്. അപ്പോൾ സ്റ്റേറ്റ്സ്മാനിൽ വലിയ കിടില ഹെൻഡിങ്ങൊക്കെ വരും. അത് ജയേന്ദ്രൻ എടുത്തിട്ട് പിന്നെ നക്സൽബാരിയിൽ ഇടിമുഴക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എടുത്ത് അടിക്കുക. അവൻ ആദർശം വളരെ ഇതായിട്ട് അടിക്കുന്നവനാണ്. അങ്ങനെ നക്സലൈറ്റ് മൂവ്മെൻറ്റ് പിന്നെ പുൽപ്പള്ളിയിൽ ഇത് ചെയ്തപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പിന്നെ മണി പറഞ്ഞ്, അന്ന് IG ഗോപാലനാണ് അവിടെ IG. അന്ന് ഒരുപാട് IG മാരൊന്നും ഇല്ലല്ലോ. അപ്പം കണാരൻ കുമാരസ്വാമി എന്ന് പറഞ്ഞ അയാളാണ് അവിടുത്തെ പോലീസ് ചീഫ്. അപ്പം കണാരൻ കുമാരസ്വാമി അവിടുത്തെ പോലീസ് ക്ലബിലൊക്കെ കയറുമ്പോൾ കെട്ടറിന് ഇടിഞ്ഞു വീഴുന്നു. ആ മരപ്പലവയിലുള്ള സ്റ്റെയർ കേസാണ്. കയറുമ്പം നമുക്ക് താഴെ നിൽക്കുന്ന ധൈര്യങ്ങൾ, അത് കാറിൻ്റെ ബാക്ക് സൈഡ് പോലെ ഇരിക്കും ബാഗ്. അപ്പം ഇങ്ങേര് കണാരൻ, CH കണാരൻ, CH കണാരനാണ് മോസ്റ്റ് പവർഫുൾ സെക്രട്ടറി പാർട്ടിയുടെ. അത് കണാരൻ്റെ ശിങ്കിടിയ ആളാണെന്നാണ് അറിയുന്നത്. അപ്പോൾ IG ഗോപാലൻ അവിടെ അന്ന് ഇതാണ്, വെസ്റ്റ് ഹില്ലിലാണ് ഇവരുടെ വർക്കൊക്കെ ആണ്. അപ്പോൾ എന്നെ ഈ അജിതയുടെയും കുന്നിക്കൽ നാരായണൻ്റെയും റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടുന്ന് പോകും. പിന്നെ ശങ്കരൻ നായരും റോസ് ശങ്കറും സദാനന്ദൻ, ഞാൻ നേരത്തെ പറഞ്ഞ ശങ്കറിൻ്റെ ഇതായിരുന്നു. അയാളെന്ന് കേരളമതിയുടെ കൊല്ലത്തെ എന്തോ അങ്ങേരും കൂടെ. അപ്പം ഞങ്ങൾ പുൽപ്പള്ളിയിലൊക്കെ പിന്നെ പോയി. അപ്പം നമ്മളിവിടെ കാണുന്ന പോലുള്ളൊരു, ഇവിടെ അന്ന് അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്, ഞാൻ പോകുന്നത് ഒരു മിഷൻ ഇതോടുകൂടിയാണ്. അത് പിന്നെ അത് ഞാൻ പിന്നെ പറയാം. ഞങ്ങളുടെയൊക്കെ ഒരു ദിശാബോധമുള്ള ഒരു ടീമുണ്ടായിരുന്നു. വിയറ്റ്നാമിൻ്റെ ഇഷ്യൂ വന്നാലും നക്സൽബാരി വന്നാലും അല്ലാതെ വെട്ടിയത് കൊല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്ട്രീം റൈറ്റിസ്റ്റ് ഇത് പോകുന്ന ഏർപ്പാടില്ല. ഒരു ലെഫ്റ്റ് ചായ്വുള്ള ഡെസ്കായിരുന്നു. പിന്നെ ഒരു സമരവും ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാമാണ്. മണിയും 10,000 ഇതെല്ലാം ആണെങ്കിലും
അവരൊന്നും ഇടപെട്ടിട്ടില്ല, ഒന്നും ഇന്നത് കൊടുത്തില്ല, ഒന്നും എമർജൻസി വന്നപ്പോഴും അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ കോഴിക്കോടിൽ നിന്ന് ഓഫീസിൽ ഇറങ്ങി. അന്ന് ഇമ്പിച്ചി ബാവയാണ് ജയിൽ മിനിസ്റ്റർ, EMSൻ്റെ 2ാം മന്ത്രിസഭ. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ സകല പത്രങ്ങളും അന്ന്, സകല പത്രങ്ങൾ ഇൻക്ലൂഡിങ് ദേശാഭിമാനി ഭരിക്കുന്നതായതുകൊണ്ട് അവരെ എതിർത്തുന്നത്. ഒറ്റ പത്രമില്ല, കേരളമതി മാത്രം, കേരളമതിയിലെ ലേഖൻ ഞാൻ മാത്രം, വേറെ ആരുമില്ല. നമ്മൾ മാത്രമാണ് ഇതിൻ്റെ ഒരു സാമൂഹ്യ വശം എന്നുള്ള മട്ടിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പുൽപ്പള്ളിയിൽ, കോഴിക്കോട് നിന്ന് എന്നും പുൽപ്പള്ളിയിൽ പോവും. അപ്പോൾ അവിടെ ഭയങ്കര നൊട്ടോറിയസ് ഇൻസ്പെക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഉപദ്രവിക്കും. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ കുന്നിക്കനാർ ഇവരെല്ലാം പിന്നെ കുന്തം വെച്ചൊക്കെ കുത്തി എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിൽ വേറൊരു ഏറ്റവും ഞങ്ങൾക്ക് ഒരു സഹായം ഉണ്ടായിരുന്നത്, ഈ നമ്മളെ ഇവിടെയുള്ള റിസർവ് പോലീസിനെ അവിടെ അയച്ചിരുന്നു. അതിൽ എനിക്ക് കൃഷ്ണൻകുട്ടി, നീലാണ്ടൻ എന്ന് പറഞ്ഞ എൻ്റെ 2 വലിയ അടുപ്പക്കാരുണ്ട്. നീലാണ്ടനും വലിയ വോളിബോളറൊക്കെ ആയിരുന്നു. അവരെല്ലാം സഹായം ചെയ്തു തരും അവിടെ പോലീസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ അജിതയെ റേപ്പ് ചെയ്തു എന്നൊക്കെയാണ് അന്ന് ന്യൂസ്. അപ്പം നീലാണ്ടൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഇടിച്ച് 2 സൈഡിലൊക്കെ ഇടിയൊക്കെ കൊടുത്തു. അപ്പം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ എന്താണ് അടിച്ചുകൂട്ട് ഇതുണ്ട്, അഴിയടിച്ച് അവിടേക്ക് ചെന്ന് ചോരയുടെ പാടും, ഈ 2 കൈ കൊണ്ട് ഇങ്ങനെ ചോര അടിച്ചിരിക്കുന്ന ഇതും അവിടെ എല്ലാം പോയി. തൊട്ടപ്പുറത്തൊരു ഭാര്യ കുടുംബമാണ്, കൊച്ചു നല്ല പെൺകുട്ടികൾ, അവരൊക്കെ ഈ പ്രൈമറി സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ. അപ്പോൾ അവരന്ന് നടന്ന ബഹളം അത്രയും പറഞ്ഞു. അപ്പോൾ ആന്തപ്പൻ എന്ന് പറഞ്ഞോട് നോട്ടോറിയസ് ഇൻസ്പെക്ടർ, അയാൾ അവിടെ പിന്നെ വലിയ ശല്യം, ഈ കുടിയടപ്പുകാർക്ക് വേണ്ടി വലിയ ശല്യമൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ, അപ്പം ആരെയൊക്കെ ഉണ്ട് വെച്ചെന്നോ അങ്ങനെയൊക്കെ, അവരൊക്കെ കുറച്ച് പടമൊക്കെയാണ്, വലിയ ഇതിലൊന്നുമില്ല. അവരൊക്കെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് തരും. എല്ലാ ജനസംഖ്യയും വർദ്ധിക്കുമ്പോഴും ആദിവാസികളുടെ താഴോട്ട് വരിക, അവരുടെ പുൽപ്പള്ളി ആ പ്രദേശങ്ങളിലൊക്കെ അവരുടെ ഇത് താഴെ വരും. അന്ന് ചോദിക്കാനും പറയാനില്ല, കൊലയുടെ അന്നത്തെ ഉള്ള ആ ഒരു പിന്നെ സാമൂഹ്യ ജീവിതമാണ്. അങ്ങനെയാണ് ഇവർ ഇതിറങ്ങുന്നത്. അപ്പോൾ ഈ കുന്നിക്കൽ നാരായണൻ എന്ന് പറയണത് അയാളല്പം ഫ്ലാഷ് ഇതാണ്, ഒരു പിന്നെ ഒരു സ്റ്റഡിയാണെന്നുള്ളതല്ല, ഒരു ഇല്യൂഷൻ ഇതുള്ളതാണ്. ഒരു അമ്മ മന്നാതിന് ഭയങ്കര സ്ട്രോങ്, ഇവിടുത്തെ ഗുജറാത്തി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ്, ഇവിടെ സ്ട്രോങ് സാധനമാണ് അജിത. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ സ്കൂളിലൊക്കെ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പിന്നെ ഇവൻ്റെ നടന്ന സംഭവം അവിടെ, അത് കഴിഞ്ഞ് ഇവരെ പിന്നെ ചാത്തുണ്ണി മാസ്റ്റർ, അന്നത്തെ MLA-മാരെല്ലാം കൂടെ വരുമ്പോഴും അവിടെയുള്ള ആളുകളെല്ലാം കൂടെ ഘരാവ് പോയി. അതപ്പോൾ പിന്നെ ഘരാവ് ചെയ്ത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അത് അയച്ചു. അപ്പോൾ അവിടുത്തെ കോഴിക്കോട് പിന്നെ ആ പ്രദേശങ്ങളിലുള്ള ട്രാൻസ്പോർട്ടൊക്കെ അത്രയും CIT യൂണിയനാണ്. അപ്പോൾ നമ്മളെ അപ്പോഴത്തെ വിപ്ലവത്തിൽ പിന്നെ PK ബാലകൃഷ്ണൻ അന്ന് ഡെസ്ക് ഇതായിരിക്കും. അപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ച് മാറ്റർ അത്രയും പറഞ്ഞു, ഈ ഘരാവോയുടെ. അപ്പോൾ നമ്മളെ പത്രത്തിൽ മാത്രമേ വന്നുള്ളൂ. പിന്നെ ഈ നക്സലേറ്റ് MLA-മാരെ മുഴുവനും കൂടെ, മാർക്സിസ്റ്റ് MLA-മാരെ ചാത്തണ്ണി മാസ്റ്ററൊക്കെ ഉണ്ട്, ചിദംബരം, വേറെ ആരൊക്കെ ഉണ്ട് അന്ന്. ഈ അപ്പോൾ ഈ അയച്ച ഫോട്ടോ വന്നില്ല, അത് ട്രാൻസ്പോർട്ട് യൂണിയൻ മുക്കിക്കളാം, അത് കിട്ടിയില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ. എന്നിട്ട് പിന്നെ പകലൊക്കെ ഞങ്ങൾ IG കാണാൻ പോകും, ഗോപാലിൻ്റെ. അപ്പോൾ അദ്ദേഹം കേരളമതിയുടെ ഇതാണ്, അതുകൊണ്ട് നമ്മളോട് ഒരു ചായവും കാണിക്കാതെ ഉള്ളത് പറയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ റിപ്പോർട്ടുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു കസ്ബയിലാണ്. അപ്പം ഇമ്പിച്ചി ബാവ അന്ന് പിന്നെ ഭയങ്കരമായിട്ട് ഇത് പറഞ്ഞു, ഒരാളിനെ പിന്നെ ജയിലിൽ ഒന്നും അകത്ത് പ്രവേശിച്ച് കാണാനൊന്നും സമ്മതിക്കില്ല. അപ്പം നമുക്ക് ഈ അജിത എന്ന് പറയണ നായിക എന്ന് പറഞ്ഞാൽ, അപ്പം ബാക്കി എല്ലാവരെയും കണ്ടു ഞങ്ങൾ. ഈ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അവിടെ
അവിടെയൊക്കെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിലൊക്കെ ഈ അധ്യാപകരെയൊക്കെ അടിച്ച് ചോരയൊക്കെ ഒലിപ്പിച്ച് കിടക്കണമെന്നും അതൊക്കെ ഇട്ട് നമ്മൾ ഒരുപാട് കണ്ട്, ഒരുപാട് സംഭവങ്ങൾ. പക്ഷേ അജിതെ കാണാൻ നോക്കില്ല. അവർ കസ്ബ സ്റ്റേഷനിൽ ഭയങ്കര പ്രൈവസിയിലില്ല. അപ്പം നമ്മൾ ഇത്രയും ചെന്ന് ഒരു മാസം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് അജിതെ കാണാൻ നോക്കില്ലെങ്കിൽ പിന്നെ എന്നാ. അപ്പോൾ ഒരു തമ്പുരാനോ തിരുമേനിന്നോ അങ്ങനെ എന്തൊരു പേരുള്ളതാണ് ജയിൽ. അപ്പോൾ ഞാൻ വൈകുന്നേരം അങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ അങ്ങനെ ഒരു കർശന ആ പ്രശ്നമേ നിങ്ങൾ ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞ് പിന്നെ ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്നതിൻ്റെ നായികയെ കാണാതെ ഞാൻ തന്നെ എന്നെ റിപ്പോർട്ട് ചെയ്യുക. എനിക്കിത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇത് വേണ്ടേ. അതൊന്നും രക്ഷയില്ല. അങ്ങ് അജിതൊക്കെ അത് ഇമ്പിക്കുമ്പോൾ ഭയങ്കര കർശനം. 2ാം ദിവസം ഞാൻ കറക്റ്റിനാ ഇയാൾ ജയിലിൽ നിന്നും ഞാൻ. അപ്പം ഇങ്ങനെ ഭാര്യ ഉണ്ടെങ്കിൽ നല്ല ഒരു കുടുംബിനി, നല്ല ഒരു വലിയ ക്ഷത്രിയ ഇതൊക്കെ ഉള്ള. അപ്പോൾ അവർ ഞാൻ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഇന്നും ഇന്നലെയും വന്ന് പറഞ്ഞില്ലേ അവർക്കത് കാണാതെ റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, ഒന്ന് കാണിച്ചു കൊടുക്കൂ ഇതൊക്കെ. അതിലിങ്ങനെ വീണ് ഇങ്ങനെ പറഞ്ഞ ശരി ഇത്ര നാളെ ഞാൻ ഇങ്ങനെ അവിടെ പോവും, ഒറ്റ അക്ഷരം അവരുടെ അടുത്ത് മിണ്ടരുത്, ഞാൻ ഈ റൗണ്ട് നടത്തുമ്പം പിറക്കെ കാണണം ആരുടെ മുമ്പിൽ. അപ്പം ഞാൻ പിറക്കെ വന്നു. ഈ അജിതയുടെ ബാക്കി സെല്ലുകളൊക്കെ ഒഴിഞ്ഞിടക്കുക. അപ്പം പോകാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ഇവരെ റേപ്പ് ചെയ്തെന്നൊക്കെയുള്ള ഭയങ്കര ബഹളം. അപ്പോൾ പിന്നെ പോലീസിൽ നിന്ന് അവർ പറഞ്ഞതൊന്നുമില്ല, ഇടിച്ച് ഹിപ്പിലൊക്കെ ഇട്ട് ഇടിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഈ ഒരു സെല്ലിൽ കിടക്കുന്ന ഒരു ഭയങ്കര പ്രോസ, കണ്ണൊക്കെ ചുമന്നു, ഈ ആലീസ് കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കോറത്ത് എവിടുന്നോ പിടിച്ച് അവിടെ കൊണ്ടിട്ടിരിക്കണം. അത് ഒരു തട പറയില്ല. ബാക്കിയെല്ലാം പ്രോസൊക്കെ. ഈ ഒരു സെല്ല് ഇവള് മാത്രമേ ഉള്ളൂ. ഞാൻ ചെന്ന് അഴി പിടിച്ചുകൊണ്ട് ഇവർ അടുത്തോട്ട് വന്നു. അതപ്പം ഈ ജമ്പറും അടിപ്പാവടയും മാത്രമേ ഉള്ളൂ. ഒരു പത്രക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ പൊളിഞ്ഞു പാളീസായിപ്പോയി. ഇവരെ കണ്ടപ്പോൾ ഞാൻ ആകെ അന്തം വിട്ടുപോയി. ഞാനെല്ലാം കൂടെയാണ് ഇവരെ പിടിച്ച് അകത്തോട്ടിരിക്കുന്നത്. ഒരു കുറ്റബോധം, നാക്കൊന്നും വർക്ക് ചെയ്യാതായി. അത് ആ ഒരു മോമെൻറ്റിൻ്റെ ഒരു വീഴ്ച. അപ്പോൾ ഇങ്ങനെയൊക്കെ മുമ്പേ നടന്നു പോവുക ജയിലർ സംസാരിക്കലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തെങ്കിലും ചോദിക്കരുത്. ഞാൻ എന്തോന്ന് ചോദിച്ച് അവരെന്തോന്നൊക്കെ പറഞ്ഞു. അയാൾ തിരിഞ്ഞു നോക്കി സംഭാഷണം തീർന്നു. എനിക്ക് വ്യക്തമായിട്ട് ഒരു വേണമെന്ന് അയാളെന്ന് വയ്യേ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ ഒരു ഒച്ചപ്പാടുണ്ടാക്കണ 2-3 പേര് ഇതെങ്കിലും കിട്ടിയല്ല. അത് ഞാൻ പൊളിഞ്ഞു പോയി. എന്തോ ഒന്ന് 2 ചോദിച്ചവർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുന്ന് തിരിച്ചു വന്നിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു റൗണ്ടപ്പ് എഴുതിയപ്പോൾ അതിലെനിക്കൊരു നേട്ടമുണ്ടായി. അതായത് ഒരു ദിവസം കേരള മന്ത്രിയുടെ ആ പേജിൽ അജിതേ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ബാലണ്ണൻ്റെ ഒരു കെ ബാലകൃഷ്ണൻ ഒരു പേജില്ല. മറ്റേ വലതുവശത്ത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ശിവറാം ചേട്ടൻ്റെ, അന്ന് ശിവറാം ചേട്ടൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. എം ശിവറാം, അദ്ദേഹത്തിൻ്റെ ലേഖനം. ഇടത് സൈഡിൽ അജിതേ നിനക്ക് വേണ്ടി എന്നുള്ള കെ ബാലകൃഷ്ണൻ, ഇടത് താഴെ ശ്രീനാരായണനുള്ള ഇടം, വലത് എൻ്റെ യവനിയോയ്ക്ക് പിന്നിൽ നിന്ന്. അപ്പോൾ ആ ഒരു പേജിൽ ഇവരോടൊപ്പം എൻ്റെ ലേഖനവും വന്നു. അത് കുറേ ഇതൊക്കെ ഉണ്ടാക്കി ഒരു ശ്രദ്ധ നേടി എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിലൊക്കെ ഇവരുടെ പേരത്തൊരു സിമ്പതിയുണ്ട്. പക്ഷേ പത്രങ്ങൾ അത്രയും ഇവർ ആക്രമികൾ, ടെററിസ്റ്റ്, മറ്റേ ഇപ്പോഴത്തെ അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴും എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഒറ്റ പത്രം രീതിയിൽ ആകെ ഇതാണ്. അതിലൊന്നും ഇദ്ദേഹം ഇടപെട്ടില്ല. പിന്നെ ഈ അജിത ഇവിടെ സെൻട്രൽ പ്രസിഡന്റിൽ വന്നപ്പം മന്ദാകിനി വന്നിരുന്നു. അപ്പോൾ അവർക്കിവിടെ ക്യാമ്പ് ചെയ്യാനൊന്നും നോക്കൂല. മണിയാണ് പിന്നെ അവരുടെ ഈ സെറ്റിൽ ചെയ്യാനും ഓഫീസിൽ വന്നു. ഓഫീസിൽ അവർ വിശ്രമിച്ച് മണിയാണ് താല്പര്യപ്പെട്ട് അവരെ മന്ദാകിനിയെ കൊണ്ടുവരികയും ജയിലിൽ കൊണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതൊക്കെ എം ഗോവിന്ദനൊക്കെ വന്നു മദ്രാസിലെ. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പിന്നെ റോയിയുടെ ശിഷ്യനായിട്ട്
കമ്മ്യൂണിസ്റ്റാണെന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ പറഞ്ഞ ലേഖനം എഴുതുന്ന സമയത്ത് എം ഗോവിന്ദൻ അങ്ങനെയുള്ളവരെയൊക്കെ മണി ഇതിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഒരു ഇത് ഒക്കെ അറിയാമെന്ന് ഇതില്ലെങ്കിലും അവർക്കെല്ലാം ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്ന മണി താല്പര്യപ്പെട്ടിരുന്നു. വേണുണ്ണൻ തന്നെയായിരുന്നു, ചേട്ടൻ തന്നെയായിരുന്നു. പിന്നെ ബാലേണ്ണൻ്റെയും. അപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഒക്കെ എഴുതാൻ തുടങ്ങി കൗമുദിയിൽ വെച്ച്. അപ്പോൾ അതൊന്നും എന്നെ കൊണ്ട് എഴുതാൻ ഒക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയി അപ്പം ഭയങ്കരമായിട്ട് നിർബന്ധിച്ച്. അന്ന് ടൈം വീക്കിലിയൊക്കെ വരും, അതിൽ നിന്നൊക്കെ നോക്കിയിട്ട് എഴുതിയാൽ മതി. അങ്ങനെ പിന്നെ അത് എഴുതാൻ തുടങ്ങി. പിന്നെ ബാലേണ്ണൻ്റെ വിരട്ട് ഭയങ്കര വിരട്ടല്ലേ, പിന്നെ അങ്ങേരുടേതായത് പിന്നെ ആ ഇൻഫ്ലുവൻസ് അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ. പക്ഷേ ശരിക്കുമുള്ളത് വേണം തന്നെ. പിന്നെ അന്ന് കലാകുമുദിയിലൊക്കെ ഇപ്പം പിന്നെ ഈ പിന്നെ സ്പോർട്സിൻ്റെ ഒക്കെ നീലാംബരൻ്റെയും ജയന്തനൊക്കെ അവിടെ ഉണ്ട്. അപ്പം ആ സമയത്ത് തന്നെയാണ് പിന്നെ ഞാൻ മണിയായിട്ട് അങ്ങ് ഭയങ്കര ഞങ്ങൾ അടുപ്പമായി. മണിയും ഞാനും ജയന്തനും എന്ന് പറഞ്ഞൊരു ക്ലിക്ക് പോലെ അവിടെ ആയി. അപ്പം ബാക്കി എല്ലാവരും ഗോവിന്ദപിള്ള സാറിൻ്റെ ഇതിലൊരു സൈഡ് നമുക്ക് ചങ്ങനധാര ശിവാനന്ദൊക്കെ മുരുകനെതിന് പറയുമ്പോൾ ഇതിൻ്റെ പോളിറ്റിക്സ് മനസ്സിലാവും. ഞാൻ വന്ന് സാറ് ഞങ്ങളുടെ സൈഡ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പം അപ്പം മണി കലാകുമുദിയും ഇതുമൊക്കെ തുടങ്ങി, പിന്നെ ഫിലിം വീക്കിലിയൊക്കെ. അപ്പോൾ ഫിലിം വീക്കിലിയുടെ ഫുൾ ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ മദ്രാസിലൊക്കെ പോയി പിന്നെ ഒരു സ്പെഷ്യലൊക്കെ ഇറക്കി, സിനിമയുടെ ഒരുപാട് എക്സ്ട്രാസിനെയൊക്കെ കവർ ചെയ്ത്. ഇടയ്ക്ക് മണി അവിടുന്ന് ബോംബെ പോയി. ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, തടിയൻ ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ കേരളത്തിൽ. അപ്പം മണിയും ഞാനും ജയന്തനും തന്നെ എല്ലായിടത്തും ഞങ്ങളങ്ങ് ഭയങ്കര അടുപ്പമായി. എന്നാൽ വൈകുന്നേരം ഇതെല്ലാം കഴിഞ്ഞാൽ നേരെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോയി ഒരു വകൊക്കെ അടിക്കും. പിന്നെ ഇവിടുത്തെ പണിയില്ലാത്ത ദിവസമൊക്കെ 3 ദിവസമല്ലേ ഉള്ളൂ. പിന്നെ ഇവരുടെ ക്രൈം ബ്രാഞ്ചിൻ്റെ ഓഫീസായിരുന്ന പിന്നെ പൊട്ടക്കുഴിമുക്കിൽ അതായിരുന്നു കലാകുമുദി ഓഫീസ്, അവിടെ തന്നെ. അപ്പോൾ ഫിലിം വീക്കിലിയുടെ ഞാൻ മദ്രാസിലൊക്കെ മദ്രാസിൽ നിന്നൊരു ബർലങ്കാസ്റ്റയും ഗ്രേറി പെക്കിൻ്റെയൊക്കെ ചരിത്രങ്ങളുള്ള ബുക്ക് കൊണ്ടുവന്ന് അതൊക്കെ കൊടുക്കുകയും അല്ല അതെല്ലാം ഇത് ഇടുകയും. ഇതെല്ലാം കഴിഞ്ഞും ഇതിൻ്റെ ഒരു ഓവറോളമെന്ന് നോക്കിക്കോളും, അത് ചെയ്ത് നോക്കും ഞാനാണിതല്ലേ. അപ്പം ഈ ഫിലിം വീക്കിലിയുടെ മുഴുവൻ ഞാനാണ് ഇറങ്ങിക്കൊണ്ട്. അപ്പോൾ ഒരു സമയത്ത് അപ്പം മണി എൻ്റെ അടുത്ത് പറഞ്ഞ അതൊക്കെ നിങ്ങൾക്ക് പിന്നെ കട്ട് ചെയ്ത് വേണ്ടോന്ന് എനിക്കറിയില്ല. അപ്പം മണി അതിൽ പേരടിക്കാനായിട്ട് എൻ്റെ പേരുടെ ഫിലിം. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞ ഞാൻ കേരളമുദിയിൽ പിന്നെ സബ് എഡിറ്ററാണ്, അവിടെ ജോലിയുള്ളപ്പോൾ ഞാൻ പേര്. അപ്പോൾ അവസാനം അടിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ചെറിയ കാര്യമല്ല, ഞാൻ പറഞ്ഞത് വേണ്ട, എൻ്റെ പേരടിക്കുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ ആ ഫിലിം വീക്കിലിയുടെ പേര് വരുവാണ്. അത് കഴിഞ്ഞാണ് സമരം വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ മദ്രാസിൽ പോയി ഇത് എക്സ്ട്രാസിൻ്റെയൊക്കെ ഉള്ളൊക്കെ ഭയങ്കര കവറേജ്. കാലത്ത് അവിടെ പിന്നെ കോടമ്പാക്കത്തൊക്കെ പോയി ഒരു പോറ്റി ഹോട്ടലൊക്കെ ഉണ്ട്, അവിടെ കാലത്ത് ചെല്ലുമ്പം പിന്നെ ഇഡ്ഡലി ടൊമാറ്റോ കറിയുണ്ട്, അവിടുത്തെ ഒരു പ്രസിദ്ധ ടൊമാറ്റോ കറിയാണ്. ടൊമാറ്റോ പോലെ ഇരിക്കും എൻ്റെ ചാറ് കളർ, ഒരു റെഡിഷ് അത് ചെയ്യുന്നതിന് ഭയങ്കര ഇഷ്ടം. അടിച്ചൊരു അങ്ങനെ അതൊരു മാസം ഞങ്ങൾ നിന്ന് എക്സ്ട്രാസിനെ മുഴുവൻ. അപ്പോൾ ഇപ്പോഴുള്ള വലിയ പ്രസിദ്ധമായ നടികളൊക്കെ കൊച്ചു കുടിലിൽ പിന്നെ പത്തായത്തിൻ്റെ പുറത്തൊക്കെ ഇരുന്ന് അവരുടെ പേര് മറ്റേ ഇയാൾ വിവാഹം ചെയ്ത് സീമയല്ലേ. അപ്പോൾ സീമയൊക്കെ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എണ്ണയൊക്കെ തേച്ച് തലയിലൊക്കെ ഒരു കെട്ടൊക്കെ കെട്ടി നല്ല ഉച്ചീരമൊക്കെ കെട്ടി ദേഷ്യത്തിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാതെ. അപ്പം ഞാൻ പറയാ ബാല ഈ പോസ്റ്റ് മതി, ഇങ്ങനെ ഇടുന്ന് പറയും. അവളത്ത് പറന്നിരിഞ്ഞിരിക്കാൻ. ഇപ്പോൾ ദേഷ്യത്തിൽ നിന്ന് നോക്കുമ്പോൾ അവൻ ഭയങ്കരല്ലേ ബാലതിന് മുമ്പേ ക്ലിക്ക് ചെയ്താൽ അത് അടിച്ചു വന്നത് ഒരുപാട് വെച്ചപ്പോഴുണ്ടായി. അപ്പോൾ ഒരു കുടിരൂല് അത്ര പാവപ്പെട്ടവരായിരുന്നു. പിന്നെ ഒരുപാട് കണ്ട് ഞങ്ങൾ അവളുടെ പ്രസിദ്ധ പേരൊന്നും പറയാമേത്ത സ്ത്രീകളെയൊക്കെ വന്ന് കാറ് വന്ന് കൊണ്ടുപോകണമൊക്കെ അവർ തന്നെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേക മണി പോയിട്ട് പിന്നെ തിരിച്ചു വന്നു. അത് മറക്കാനാവാത്ത 2 രാത്രിയായിരുന്നു. ഒന്ന് അവിശ്വസനീയമായിട്ട് ഞാൻ കൊച്ചിലെ തൊട്ട് കേട്ടു തുടങ്ങിയ ആളിൻ്റെ മുമ്പേ പങ്കശ്മില്ലേക്ക് എൻ്റെ അടുത്ത് ഒരു സുന്ദരിയായ സ്ത്രീ ഇരുന്ന് കൂടെ പാടുകയും കരയുകയും ചെയ്യും. അതിനപ്പുറത്ത് സിനിമാ നടിയായ ലളിത KP കൊട്ടാരക്കരയ്ക്ക്
വെളിയിൽ മഴ. ഞാൻ ഒരു മൂത്തചേട്ടൻ ഈ വർഷറിസിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ലോങ് പ്ലേ അതിൽ കേട്ടുമെടുത്ത് നേരിട്ട് ഫ്രം ഹോഴ്സസ് മൗത്ത് എന്ന് പറഞ്ഞ പോലെ നേരിട്ട് കേൾക്കുക. വെളിയിൽ ചാറ്റമഴ കടുക്കുകയാണ്, മഴ കുറക്കൂടെ. എനിക്കങ്ങ് ഫോർട്ട് കറി പോകണം, വഴിയെന്നല്ല നിശ്ചയമില്ല. അത് ഞാനങ്ങനെ അങ്ങ് മറക്കും ആ വരികൾ. ओ ज़माना कैसा गुज़र गया ओ ज़माना कैसा हंसी खुशी के बनार थे जिससे गुजर गया वो ज़माना कैसा गुजर गया। फूल तमन्ना होते जितने कदम कदम पर हिलते थे फूल तमन्ना होते जितने कदम कदम पर खिलते थे अब हिम रचता उजड़ा अब हिम रचता उजड़ा बिन है जिसते है आना जाना कैसा गुजर गया वो ज़माना कैसा गुजर गया। फूल तमन्ना होते जितने कदम कदम पर हिलते थे सब झिड़के जुबान जिसको मुमकिन नहीं जलाना कैसा गुजर गया ज़माना फिर आ गया जाने वाले जानेंगे हमको ना पहचानेगा
हमको ना पहचानेगा जो कोई हम भी क्यों पहचानेगा आजा 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 गुजर गया वो ज़माना कैसा 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 गुजर गया. ഈ 40s ആദ്യം എന്ന് പറയുന്നത് ഈ സൈഗാൾ വരണവരെ ഹാരിസ് സന്യാൽ, നൂർജഹാൻ, പിന്നെ ഇങ്ങേര് അവരായിരുന്നു രാജാക്കന്മാർ. അത് കഴിഞ്ഞാണ് പിന്നെ സൈഗാൾ വന്നതോടുകൂടി സീനൊക്കെ മാറി. പിന്നെ മുഴുവൻ സൈഗാൾമയം. അത് ഉത്തരേന്ത്യയിൽ മാത്രമൊന്നുമല്ല, കർണാടകയിൽ, മദ്രാസിൽ, ഇവിടെ തന്നെ സൈഗാൾ ജോസഫ് എന്ന് പറഞ്ഞ് 100 വയസ്സായപ്പോൾ മരിച്ചൊരു 4-5 കൊല്ലത്തിന് മുമ്പ്. പിന്നെ പത്മനാഭൻ നായർ എന്ന് പറഞ്ഞ ഫെസിലിറ്റിയിൽ അങ്ങനെ അമൃത്സരസിലൊക്കെ വലിയ സ്വീകരണമൊക്കെ കിട്ടിയാണ്. അങ്ങനെ സൈഗാളിൽ നിന്നാണ്. അപ്പോൾ ഓണാഘോഷത്തിന് വന്നിട്ട് പബ്ലിക് ഓഫീസിൽ ഇങ്ങനെ സൈഗാളിൻ്റെ പാടുമായിരുന്നു. സൈഗാൾ വരുന്നവരെ പങ്കജ് ലീഗിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇവിടെയും വന്നിട്ട് ഇപ്പം പരിതാപം ഇദേഹ ജീവിതമേ നീ കരയൂ മാനസമേ നീ കരയൂ മാനസം. ഇങ്ങനെ എല്ലായിടത്തും ഈ ശോക അവരുടെ സ്കൂള് ഉത്തരേന്ത്യ മാത്രമല്ല എല്ലായിടും ആക്രമിച്ചൊക്കെ ആയിരുന്നു. കേരളത്തിൽ ഈ ഫിലിം വീക്കിലിയുടെയൊക്കെ ചാർജിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് അതെൻ്റെ ജ്യേഷ്ഠൻ വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായി. അങ്ങനെയാണ് കേരളത്തിൽ സമരം വരുന്നത്. അങ്ങനെ ഞാനും ഫിലിം വീക്കിലിയുടെ വർക്കൊക്കെ മതിയാക്കി പിന്നെ സമരത്തിൻ്റെ കൂടെ എത്തി. സമരത്തിനിടയിൽ പിന്നെ എന്നെ ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റി കറസ്പോണ്ടൻ്റായിട്ട്. അപ്പോൾ ഞാനതുവരെ കറസ്പോണ്ടൻ്റായിട്ടൊന്നും പോയിട്ടില്ല, ഡെസ്കിലാണ് എഡിറ്ററായിരുന്നു, സബ് എഡിറ്ററായിരുന്നു. അപ്പോൾ എറണാകുളത്ത് ആലപ്പുഴയിൽ പോയതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായതെന്ന് പറയണത് എനിക്ക് 2 ബുക്ക് എഴുതാനും. അല്ലാതെ ബുക്ക് എഴുതണമെന്നുള്ള അങ്ങനെയുള്ളൊരു താല്പര്യമൊന്നും എനിക്കില്ല, ബുക്ക് എഴുതുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല. ഒന്നെന്ന് പറയണത് ഞാൻ പിന്നെ തകഴിച്ചേട്ട എന്നും പിന്നെ എല്ലാ ദിവസവും പിന്നെ ഞങ്ങളുടെ അവിടെ വരും, കേരളമതിയിലെ ഓഫീസിലും തൊട്ടടുത്ത മാതൃഭൂമിയിൽ തൊട്ടടുത്ത് 2-3 അടുത്തെടുത്താണ് മാനന്തവാടിയിൽ ബോട്ട് ജെട്ടിയിൽ. അപ്പോൾ ചിലപ്പോൾ എന്നെ പിന്നെ ചേട്ടനെ നടക്കാൻ വയ്യാതെയൊക്കെ എടാ നീ ആ ബസ് സ്റ്റാപ്പിൽ കൊണ്ടാക്കുക. ബസ് സ്റ്റാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരമൊന്നുമല്ല, തൊട്ടടുത്ത് തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെ ചെന്ന് തകഴി ചെന്നിറങ്ങിയാൽ അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ച് വീട്ടിലാക്കും. പക്ഷേ വന്നിരിക്കും. അങ്ങനെ മകളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ തകഴിച്ചേട്ടനുമായിട്ടൊക്കെ അങ്ങനെ പോകുന്ന സമയത്താണ് എനിക്ക് ഈ കഥകളൊക്കെ മണിസ്വാമിയെ ഞാൻ വീണ്ടും കാണുന്നത്. അപ്പോൾ KCS മണിയെ എനിക്ക് നേരിട്ട് അറിയാം, വലിയ അടുപ്പമില്ല. ചേട്ടൻ്റെ ഇതാണ് സർസിപ്പി കെട്ടിയ. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വരുമെന്ന് പറഞ്ഞ് ചേട്ടൻ വന്ന് പറഞ്ഞ് ആ ഊണൊക്കെ ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛനുമൊക്കെ വലിയ ബുദ്ധിമുട്ടായി. CP ഒക്കെ പോയതിന് ശേഷം പേടിയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ് സ്വാമിയെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി. ഇങ്ങനെ ഒരു മനുഷ്യനെ പിന്നെ നമുക്ക് സങ്കല്പിക്കാൻ പോലും ഒക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആരുമല്ല, പിന്നെ പലരും അംഗീകരിക്കുന്നില്ല. പലരും പറയണത് അത് ഇന്ന ഗോധർമ്മരാജ തിരുമേനയുടെ ഇല്ലെങ്കിൽ ഉത്രാടം തിരുനാളിൻ്റെ ബന്ധുക്കളാണ്, മാമാപ്പിളയുടെ ആളുകളാണ്, മനോരമ നിർത്തിയുണ്ട്, ഇങ്ങനെയൊക്കെ പറയാം. സ്വാമിയെ ഓൺ ചെയ്യാനായിട്ട് ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. പരിചയമുള്ളവരെ ഞാൻ തന്നെ എഴുതുള്ളൂ, അതാണ് കാലം.
അപ്പോൾ എനിക്ക് അതൊരു ഒരു 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 ദിവസം ഞാൻ പിന്നെ അതെൻ്റെ മനസ്സിലൊരുക്കിയ സ്വാമിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ മനുഷ്യൻ ആരും അറിയാതെ ഇങ്ങനെ പോകണമല്ലോ, ആരുടെ വഴങ്ങൂല, ഒരു പ്രത്യേക ടൈപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോഴേ കൊല്ലത്ത് വരുമ്പോൾ കന്റോൺമെൻറ്റ് ഹൗസിനോട് വന്നിട്ട് ഈ ടി കെ ദേവാനൻ്റെ ഒരു സ്മാരകമുണ്ട്. അവിടെ ഒരാൾ ഈ രണ്ട് കൈയും നീട്ടി അതാണ് പ്രതിമ, ഒരു പിന്നെ കോളറില്ലാത്ത ഇതിട്ട്. ആ ഒരു പ്രതിമ എന്നെ ഈ സ്വാമിയാണെന്നാണ് തോന്നുന്നത്. ഞാൻ വീട്ടിൽ വന്ന് എനിക്ക് 1-2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ട്, ഉറക്കമില്ല. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞ എഴുതിക്കൂടെ. അപ്പം ഞാൻ പറഞ്ഞത് രാമേന്ദ്ര സാറെ വേണമെന്നിട്ട് ആരെങ്കിലും വേണം എഴുതേണ്ടത്, സ്വാമിയെ കൂടുതൽ അറിയാമെന്ന്. അപ്പോൾ ഇവൾ പറഞ്ഞ അത് അവർക്ക് ഇപ്പോൾ സ്വാമി അടുത്തല്ലേ, ഇപ്പം ഇതുകൊണ്ടല്ലേ കൂടുതൽ സൗകര്യം. ഞാൻ അങ്ങനെ ഒരു ദിവസം അമ്പലപ്പുഴ, ആലപ്പുഴയിൽ നിന്ന് അമ്പലപ്പുഴ ചെന്ന് സ്വാമീൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ഔട്ട് ഹൗസിൽ ഇങ്ങനെ ഒരു ഈസി ചെറിയ കാലുമൊക്കെ എടുത്ത് പൊക്കി വെച്ച് ഒരു കാലിൽ ചെറിയ മന്തുണ്ട്, അങ്ങനെ കിടക്കുക. അപ്പോൾ അവർ വേണ്ടത് അപ്പോൾ എന്നെ വലിയ അടുപ്പമില്ല, അറിയാമെന്നുള്ളതേ ഉള്ളൂ. നീ എന്തിനു വന്നു? ഞാൻ വന്നത് ഒരു കാര്യത്തിനാണ്, പിന്നെ എഴുതാനാണ്. കുറേ നേരം മിണ്ടിയില്ല. പോ എണീറ്റ് പൊക്കോ. ഞാൻ പറഞ്ഞല്ല, അത് പറയണം സ്വാമി പറയണം എന്ന് പറഞ്ഞപ്പോൾ അവർ IMO അടുത്ത് നിൽക്കുക. ഇതെല്ലാം കേട്ടിട്ട് അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്, അവർക്കൊന്നും അറിയില്ല. പക്ഷെ അവർ പിന്നെ ചുമ്മാ കുറേ കാര്യങ്ങൾ അങ്ങനെ പറ്റി പറയാം. ഇങ്ങനെയൊക്കെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. അതാണ് തുടക്കം. പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യൻ, സ്വന്തം കാര്യം പറയാനുള്ളൊരു ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ട്, പിന്നെ ഒരു രാജ്യം ശിഥിലമാവും എന്നുള്ള, നാട്ടുരാജാക്കന്മാരെല്ലാം ശിഥിലമാവും എന്ന് പറഞ്ഞ ഭയന്ന് ഞമ്മങ്ങവന്നാർ പറഞ്ഞ പോലെ എല്ലാവരും മറ്റന്നാൾ ഒപ്പിടാൻ കൂടുകയാണ്. ഈ സ്റ്റേറ്റ് ഇതിൻ്റെ റീഓർഗനൈസ് ഇന്ത്യയുടെ ചെതറിപ്പോവും എന്നുള്ള മട്ടിൽ വരുമ്പോൾ ഒറ്റ വെട്ടിൽ സ്വാമി പോണു, ബാക്കി രാജാക്കന്മാരെല്ലാം ചെന്ന് ഒപ്പിടുന്നു. ഇങ്ങനെ ഒരു ചരിത്രപ്രധാനമായിട്ടുള്ളൊരു ഇത് ചെയ്ത മനുഷ്യനാണ്, ഒന്നും വിട്ടു പറയില്ല. അവർ പിന്നെ കുറേശ്ശെ പറയാം. അങ്ങനെയാണ് ഞാനിത് ഇത് എഴുതുന്നത്. ഒരു ദിവസം പിന്നെ ഈ അക്കാഡമിയിൽ പിന്നെ അപ്പോൾ ഒരു രാമേന്ദ്ര സാറിൻ്റെ കാറിൽ ഒരു ദിവസം സ്വാതിരുന്നാൾ അക്കാഡമിയിൽ സ്വാമിയുണ്ട്. അപ്പം രണ്ടുപേർക്കും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു സാറേ അത് ഒരിടം വരെ പോകണമെന്ന് പറഞ്ഞിട്ട് വണ്ടി വിടാം. ഞാൻ നേരെ അക്കാഡമി ചെന്ന് ഇറങ്ങിയത് രാമൻ സാർ അപ്സെറ്റായി. സ്വാമി ആദ്യമാണ് വെട്ടിയതിന് ശേഷം അക്കാഡമി വരുന്നത്. അടുക്കാൻ വയ്യ, വാസ്തവത്തിൽ പൊള്ളും. ആ രീതിയിൽ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുക. രാമൻ സാറ് നടന്ന് റോഡിൽ ഇറങ്ങി കളഞ്ഞു, ഭയന്ന്. ഒറ്റ നിലയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടത് അക്കാഡമിയുടെ അകത്ത്. സർ CP വെട്ടിയതിന് ശേഷം ആദ്യം വരിക, ഞാൻ വലിയ ആളായിട്ട് കൊണ്ട് നടത്തിയിട്ട് ആ സംഭവ സ്ഥലത്ത് വെച്ചെല്ലാം കുറിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിച്ച് ഒരറ്റം പറ്റി നിന്ന്. സ്വാമി അനങ്ങണമില്ല, ഇങ്ങനെ നിൽക്കുക. കുറെ കഴിഞ്ഞ് ഒറ്റ അക്ഷരം എനിക്ക് ചോദിക്കാനും പറ്റിയില്ല. നേരെ വന്ന് കാറ് കയറി. അങ്ങനെ ഇതിനിടയ്ക്ക് ഒരു സംഭവം. പിന്നെ അവസാനം ഞാനിത് അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ഇങ്ങയുടെ ഒരു മൂത്ത സിസ്റ്ററുണ്ട് മദ്രാസിൽ, അവിടെ എന്തോ ഈ ആളുകൾക്ക് ചാരിറ്റി ഹൗസൊക്കെ നടത്തും. അവർ ഇതാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ അവരുടെ മുമ്പ് ഒന്നും പറയില്ല. അവർ മദ്രാസിൽ നിന്ന് അവധിക്ക് വന്നിട്ട് വെറുതെ വന്നിരുന്നു. അവർ ഈ പഴയ കഥകൾ അത്രയും പറഞ്ഞു. അച്ഛനുള്ളതും അച്ഛന് ഭ്രാന്ത് വരുമ്പം ചങ്ങലകിടുന്നതും. അപ്പോൾ അമ്പലപ്പുഴ മുഴുവൻ ഇതാണ്, ബന്ധാണ്, ഒറ്റക്കട ഉറക്കില്ല. അങ്ങനെ അത്ര ഭയങ്കരനായിരുന്നു, അസാധ്യ ശക്തനായിരുന്നു. അപ്പോൾ പലരും അടിച്ചൊതുക്കിയ ആളാണ് ഈ സ്വാമിയുടെ അച്ഛൻ. അങ്ങനെ അവർ ഈ കഥ എങ്ങനെ അത്രയും പറയും. പഴയ കഥകളെ ഈ സ്വാമിയെ 2 കാലിൽ തൂക്കി കുളത്തിലെറിയണമെന്ന് വെച്ച് ഇങ്ങനെയുള്ള അത് അത്രയും പറയും. പിന്നെ സ്വാമി പറയും, കുറേ പറയും. പിന്നെ ഒരു ദിവസം തഴിച്ചേട്ടനെയും കൊണ്ടുപോകുന്നത്. അപ്പോൾ തഴിച്ചേട്ടൻ പറഞ്ഞു,
ഇവിടെ എന്നാണെങ്കിലും ഇതൊക്കെ വരേണ്ടതല്ലേ, നിനക്കറിയാം, നീ വല്ലതും പറഞ്ഞുകൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടപ്പൊക്കളായി. ചേട്ടനും അധികം അങ്ങനെ പ്രസ് ചെയ്യാനൊന്നും നോക്കത്തില്ല. അങ്ങനെയൊക്കെ ചുരുക്കത്തിൽ ആ ബുക്ക് ഇറങ്ങി. പിന്നെ DC ഇറക്കി, ജനാർദ്ദന ഗ്രൂപ്പ്, ചേട്ടനൊക്കെ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിരുന്നു. അത് എനിക്ക് അങ്ങനെ ഇത് ഇറക്കാൻ പറ്റും. ഇതിനിടയ്ക്കാണ് ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ പത്രോസിൻ്റെ ഇതേപോലെ എനിക്ക് തോന്നിയത്. അന്ന് പത്രോസ് എന്ന് പറയുന്നത് ഞാനൊക്കെ വളരെ കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴൊക്കെ ഈ പേര് എത്ര ഭീകരനാണ്. സർ CP ഒക്കെ ജീവനോടുകൂടി അയാളെ, അല്ലെങ്കിൽ ജീവനില്ലാതെ അയാളെ പിന്നെ കുതിരയിൽ കെട്ടി വലിച്ചു കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞൊക്കെ പറയണ കേട്ട് സ്വഭാവം. അതേതോ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ പത്രോസ് വിവാഹം ചെയ്ത് അവർക്ക് ഉള്ളതിലുള്ള ഒരു മകനോട് വന്നു. അപ്പോൾ അയാൾ കൗമുദി ഓഫീസിരിക്കുമ്പോൾ, അല്ല കേരളമതി ഓഫീസിരിക്കുമ്പോൾ, കാർത്തികനുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ കഥകൾ. മറ്റേ ഈ സ്വാമിയുടെ പോലെ എനിക്ക് എപ്പോഴും സ്ട്രൈക്ക് ചെയ്തു. ഇവിടെ ഒരു കാലത്ത് വയലാർ പുന്നപ്ര എന്ന് പറയണത് പിന്നെ കുമാരപ്പണിക്കർ, സ്റ്റാലിൻ കുമാരപ്പണിക്കർ, അദ്ദേഹം ഒരു സൈഡിലെ ഡിക്റ്റേറ്റർ, ഇപ്പുറത്ത് പത്രോസ്. അവരും ഈ കമ്മ്യൂണിസ്റ്റ് അല്ലാതായതോടുകൂടി ചരിത്രത്തിൽ നിന്ന് പോവുക. അങ്ങനെ ഞാൻ പത്രോസിൻ്റെ ഈ കല്യാണം കഴിച്ച്, അപ്പോൾ അവർക്ക് 2 മക്കളുണ്ട്. ആ സ്ത്രീയുടെ അടുത്ത് പോയി, മകൾ എന്നുവെച്ചാൽ നേരിട്ടുള്ള മകളല്ല, അത് പിന്നെ അവിടെ ഏതോ അങ്ങ് ചേർത്തലയ്ക്കടുത്ത് പിന്നെ ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു, അവിടെയാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ പണി കഴിഞ്ഞിട്ടല്ലേ ഞാൻ പോകണേ, രാത്രിയാണ് പോകണം. അപ്പം ഭയങ്കര വിജനമാണ് ആ പ്രദേശം, ആരും കാണില്ല റോഡിൽ. അപ്പം ഞാൻ ഇവരെ വീട്ടിൽ പോയി, ഈ സ്ത്രീ മകളെന്ന് പറയുന്നത് അവർ അവസാന കാലത്തെ പത്രോസിൻ്റെ കാര്യങ്ങൾ പറയും. പിന്നെ ദീപികയുടെ ഒരു കറസ്പോണ്ടൻ്റ് ഉണ്ടായിരുന്നു, വൈദ്യരെന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വൈദ്യശാലയൊക്കെ ഉണ്ട്. അയാളെ വൈദ്യശാലയിൽ പത്രോസ് വന്നിരിക്കുകയാണ്. അങ്ങനെ കവി പത്രോസ് അന്ന് തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് പത്രോസ്. അങ്ങനെ കുറേ ഇങ്ങനെ പറയും. പക്ഷെ മറ്റതെനിക്ക് അപകടമാണ്. ഈ സ്ത്രീയുടെ അടുത്ത് ഞാൻ രാത്രി പോയിട്ട് തിരിച്ചു വരണ കുറേ ചെറുപ്പക്കാർ, അവർ ഒക്കെ തെറ്റിദ്ധരിച്ചൊരു ദിവസം എല്ലാം കൂടി എന്നെ വളർന്നു വെച്ചു. എനിക്ക് പേടിയൊന്നുണ്ടല്ലേ, ഞാൻ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. എന്തൊരു മാജിക് ഇതാണെന്നറിയാം. പത്രോസ് എന്ന് പറഞ്ഞപ്പോൾ അവർ നിശബ്ദരാകും. അപ്പോൾ പത്രോസിനുമായിട്ടുള്ള ബന്ധമൊക്കെ അവർക്കറിയാം. ഞാൻ പറഞ്ഞ അങ്ങേരെ ഒരു ലൈഫ് സ്കെച്ച് എഴുതാൻ ഞാൻ കേരളമതിയുടെ കറസ്പോണ്ടൻ്റാണ്. അപ്പോൾ കാർത്തികനെ എല്ലാവർക്കും അറിയാം കേരളമതിൻ്റെ. അപ്പോൾ ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിനു വേണ്ടി വരികയാണ്, നിങ്ങൾ വിചാരിക്കും പോലെ. അതോടുകൂടി അവർ എല്ലാം മാറി. അങ്ങനെയാണ് കെ വി പത്രോസിനെ പറ്റി പിന്നെ ഉള്ള ആ ബുക്ക് എഴുതാൻ പറ്റിയത്. ഇത് ഈ കമ്മ്യൂണിസം പച്ചയും കത്തി എന്നുള്ള എൻ്റെ 3ാമത്തെ പുസ്തകത്തിൻ്റെ ഇത് ഈ പണി തുടങ്ങുന്ന 2010. അപ്പോൾ എൻ്റെ മകളന്ന് പിന്നെ ഇപ്പോഴും അവിടെ തന്നെ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനും എൻ്റെ ഭാര്യയായിട്ട് പോയി. അവിടെ വച്ചിട്ട് ഈ ഒരു ലൈബ്രറി, പിന്നെ രാവിലെ കൊച്ചിനെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് അവളെ വിളിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ച് എൻ്റെ താമസിക്കുന്നത്. അതുവരെ അവിടെ ഈ ലവേഴ്സ് ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെ പിന്നെ ഒരു ഗ്രന്ഥശാലയുണ്ട്. അവിടെ ചെറിയ മ്യൂസിക്കൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അവിടെ ചെന്നപ്പോഴാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെ വീഴ്ചയെപ്പറ്റി കണ്ടമാനം ബുക്സ്. ഇവിടെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ബെർലിൻ വാളിനെ പറ്റി. അപ്പോൾ അവിടെ ടൈംസും അക്ഷരവും 3-4 പത്രങ്ങൾ വായിക്കാം. ആരും പത്രങ്ങൾ വരുത്താറില്ല വീടുകളിൽ, എല്ലാം ചാനലാണ്. അത്രയ്ക്ക് കാശ് കൊടുത്ത് ആരും വരുത്താറില്ല. അപ്പോൾ എനിക്ക് ഈ പത്രം വായിക്കാനും മകൾക്കുള്ള മെമ്പർഷിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ ഇത് ചെയ്തപ്പോഴാണ് ഞാൻ ഇതേപോലെ എനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നു.
കമ്മ്യൂണിസം, റൈസ് ഓഫ് കമ്മ്യൂണിസത്തെ പറ്റി ടൺ കണക്കിന് ബുക്കുണ്ട്, ലക്ഷക്കണക്കിന് ബുക്ക്. ഫാളിനെ പറ്റി ബുക്കുകളില്ല. കുറേ ലേഖനങ്ങൾ ചന്ദ്രശേഖരൻ്റെ മറ്റേ ഇങ്ങേരുടെ അങ്ങനെ കുറേ ഒരു ഈ പിന്നെ മലയാളത്തിൽ അങ്ങനെ ഇതായിട്ടൊരു ബുക്കില്ല. അപ്പോൾ ഇതേപോലെ എനിക്ക് തോന്നി, ഞാനതിന് എഴുതാൻ പറ്റിയവനാണോ അല്ലേ എന്നുള്ളത് ഞാൻ പിന്നെ അതും ആലോചിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ ആരെങ്കിലും പിന്നെ വിശദമായിട്ട് എഴുതിട്ട്. പക്ഷേ ആ വർക്ക് പിന്നെ ചെയ്യാൻ തുടങ്ങിയപ്പം വിശദമായിട്ട് തന്നെ ഞാൻ പണി ചെയ്തു. എല്ലാ ബുക്കും ഉണ്ട് അവിടെ. കാൾ മാർക്സിൻ്റെ. അപ്പോൾ ഹൈഗേറ്റ്സിൽ പോയി, ആദ്യം ഹൈഗേറ്റ്സിൽ പോയി കാൾ മാർക്സിൻ്റെ പ്രതിമയുടെ മുമ്പിൽ നിന്ന് പറയാൻ ഈ ബുക്ക് എഴുതാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമദിനമായിരുന്നു. അപ്പോൾ ആ ഹൈഗേറ്റ്സിൽ ലോൺലി പ്ലേസിൽ നിന്ന് ഒരുപാട് പൂക്കളൊക്കെ ഉള്ള സ്ഥലത്തോട്ട് മാറ്റിയിരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് വളരെ നിന്നു. എന്നിട്ട് തിരിച്ചു വന്നു. പിന്നെ ഈ ബുക്കുകൾ നോട്ട്സ് എടുത്തുകൊണ്ടിരുന്നു. നോട്ട്സ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ആ ബുക്ക് ഏതാണ്ട് കുറേയൊക്കെ എഴുതി ഒരു DTP ഒക്കെ ചെയ്ത് വെച്ച് അതിനുശേഷം പിന്നെയാണ് 2020 കഴിഞ്ഞ കൊല്ലത്തിൻ്റെ അങ്ങനെ വീണ്ടും എണ്ണുന്നു. അപ്പോൾ അവിടെ ഇതേപോലെ ഒരു ചെറിയ ഒരു കുന്നെന്നൊക്കെയാണ് പറയുന്നത്. കുന്നൊന്നുമല്ല, ഒരു കുന്നിൽ അവിടെ ഒരു ലൈബ്രറി ഉണ്ട്, പിന്നെ ഓപ്പൺ ലൈബ്രറി, അവിടെയും കണ്ടമാനം ബുക്സ് ഉണ്ട്. അവിടുന്ന് ആ നോട്ട്സ് എടുത്ത് അങ്ങനെയാണ് കമ്മ്യൂണിസം പച്ചയും കത്തിയും എന്ന് പറയുന്ന ബുക്ക്. പിന്നെ ആദ്യം എഴുതിയത് മുഴുവനും രണ്ടാമത് DTP ചെയ്ത് കുറെ കൂടെ ഇതായി. പച്ചയും കത്തി എന്ന് പറഞ്ഞാൽ കഥകളിയിൽ നിന്ന് പച്ചവേഷം കത്തിവേഷം എന്നുള്ള ഈ കമ്മ്യൂണിസത്തിൽ രണ്ട് ഇതുമുണ്ട്. ഇപ്പം റൊമേനിയയിലെ അസീസസ്കും പിന്നെ സ്റ്റാലിനും പിന്നെ മറ്റേ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറേ പേര് കമ്മ്യൂണിസം റഷ്യ ഉണ്ടാക്കിയതുപോലെ തന്നെ കമ്മ്യൂണിസം ഇല്ലാതാക്കുകയും ചെയ്തു. പിന്നെ ഈ കുറച്ച് പോകുന്നില്ലാന്ന് പറയും. അങ്ങനെ വിശദമായിട്ട് കാൾ മാർക്സ് തൊട്ട് പുടിൻ വരെയുള്ള ഒരു ഹിസ്റ്ററിയാണ് ഞാൻ ഇതാക്കി. അതിൽ ഒരു വലിയ അധ്യായം ഇന്ത്യൻ കമ്മ്യൂണിസത്തെ പറ്റിയുണ്ട്. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അപ്പം ഒരുപാട് എനിക്ക് കുറേ ബുക്കുകൾ മേടിക്കേണ്ടി വന്നു, അഫോർഡ് ചെയ്യാൻ വന്നു. പിന്നെ അവിടുന്ന് കുറേ സെക്കൻഡ് ഹാൻഡ് ബുക്സ് പിന്നെ കിട്ടി. അല്ലാതെ അവിടുന്ന് പുതിയ ബുക്കുകൾ വാങ്ങിക്കാനും നോക്കൂല, വലിയ വിലയാണ്. നോട്ട്സ് എടുത്ത് അവിടെ ഞാൻ താമസിച്ച 6 മാസം കൊണ്ട് ഒരുപാട് നോട്ട്സ് എടുക്കാം. അത് വന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഉദയൻ എന്ന് പറഞ്ഞ കൊണ്ട് രണ്ടാമത് DTP എടുത്തു. അത് കഴിഞ്ഞാണ് പിന്നെ കേരളത്തിൽ നിന്ന് ഇത് കഴിഞ്ഞ് പിന്നെ നിവൃത്തിയില്ലാതെ ശമ്പളമില്ല, ഭയങ്കര ബുദ്ധിമുട്ടായ സമരമായി. അവിടുന്ന് എന്നെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് ഒട്ടിക്കുകയും പിന്നെ ആലപ്പുഴ അങ്ങനെ വലിയ ശല്യമായപ്പം പിന്നെ അപ്പം ഞങ്ങളുടെ യൂണിയൻ്റെ നേതാവായ KM റോയ് എന്ന് മംഗളം പത്രത്തിൻ്റെ ചീഫായി. അപ്പോൾ അയാളാണ് എന്നെ ഇവിടെ ബ്യൂറോ ചീഫായിട്ട് പിന്നെ മംഗളം തുടങ്ങിയ കാലത്ത് ട്രിവാൻഡ്രത്തെ ബ്യൂറോ ചീഫാക്കി. അപ്പം എനിക്ക് കറസ്പോണ്ടായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല, ആളുകളുമായിട്ടൊന്ന് ഇടപഴകാൻ വലിയ കഴിവെന്നുള്ള ആളല്ല. ഡെസ്കിൽ ഇരുന്ന് വല്ലതുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ലാതെ. അങ്ങനെ ആ സമയത്ത് ഒരു ഓർമ്മിക്കത്തക്കുള്ള ഒരു പ്രധാന 3 സംഭവങ്ങളാണ് ഇത്രയും ദീർഘകാലത്തെ ജീവിതത്തിനിടയിൽ എന്ന് പറയുന്നത്. ഒന്ന്, ഈ സ്പോർട്സിന് വേണ്ടി ചെയ്തു. 2, ഈ നക്സൽ ബാരിയുടെ വളരെ വ്യത്യസ്തമായ റോളിൽ സാമൂഹ്യ പശ്ചാത്തലം അതിനെ തള്ളിപ്പറയാതെ എഴുതി എന്നുള്ളതാണ്. മൂന്നാമത്തത് പിന്നെ ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ TA വെട്ടിപ്പ് സംബന്ധിച്ചുള്ള അപകടകരമായ ഒരു റിപ്പോർട്ടാണ്. അത് പേര് പറയുന്നില്ല. അവർ നല്ല മിടുക്കിയായ മെമ്പറായിരുന്നു, CPIയുടെ നല്ല മിടുക്കിയായിരുന്നു, കാര്യവിവരമുള്ളവരായിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കൽ സെക്രട്ടേറിയറ്റിൽ നിന്നൊരു ഫയൽ കാണാമെന്ന് ഈ TA വെട്ടിപ്പിൻ്റെ അന്തം വിടുന്ന. അത് അവർ മാത്രമല്ല, എല്ലാവരും ചെയ്യുന്നത് തന്നെ. എല്ലാ MLA മാരും മിക്കവാറും എല്ലാം ചെയ്യുന്നത് തന്നെ. പോകാത്ത സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് TA എഴുതി മേടിക്കും. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഒരു ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. കാസർഗോഡ് പോവും, രാവിലെ ഇവിടെ ഒപ്പിടും, പിറ്റേന്ന് കണ്ണൂർ പോവും, ഇവിടെ ഒപ്പിടും.
ഇവിടുത്തെ പിന്നെ അസംബ്ലി കൂടുന്നതിൻ്റെ TA വാങ്ങി. അതിൻ്റെ മുഴുവൻ പിന്നെ പിന്നെ ഇത് ചെയ്തിട്ട് പറന്ന് നടക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട്. അത് പിന്നെ ജോയ് തിരുമലപുരത്തിൻ്റെ ഹെഡിങ്ങാണ്, പറന്ന് ഡെപ്യൂട്ടി സ്പീക്കർ. അത് വിചാരിക്കാത്ത ശല്യം ഉണ്ടായി. CPIക്കാർക്ക് അന്ന് വർക്കൽ രാധാകൃഷ്ണനാണ് സ്പീക്കർ. അപ്പം CPI വർക്കൽ രാധാകൃഷ്ണൻ സിവിയറായിട്ടത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് CPIയിൽ അന്ന് മാളയിൽ അവിടെയുള്ള വലിയ ആളുകളൊക്കെ പിന്നെ അവരുടെ വലിയ ശക്തന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് സൂക്ഷിച്ച് നോക്കും, എന്നെ ചെറിയൊക്കെ ചെയ്യും. അതിൻ്റെ ചെയ്യാതിരിക്കുക. അങ്ങനെ സ്പീക്കറെയാണ് ഒരുപാട് കുറ്റപ്പെടുത്തി. പക്ഷെ ഒന്നും ചെയ്യാൻ വയ്യ. കാരണം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കംപ്ലീറ്റ് ശരിയാണ്. ഞാനിതിന് അവരുടെ ഗസറ്റ് ഇതിൽ നോക്കി എഴുതിയല്ലേ, ഫയൽ നോക്കി എഴുതിയത്. അങ്ങനെ ഒരു ദിവസം ലൈറ്റൊക്കെ അണഞ്ഞപ്പം വർക്കല ഞാൻ മംഗളം ഓഫീസിൻ്റെ അവിടെ വെച്ച് അങ്ങനെ പിന്നെ താഴെ റെസിഡൻസിയുടെ റിസർവ് ബാങ്കിൻ്റെ അതുവരെ കൂടെ നടന്നു. അവിടെ നിൻ്റെ അണ്ണ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതുവരെ വന്നിട്ടാ നീ ഇതുവരെ വന്നത് മതി, വിളിച്ചവളുടെ നീ ഞാനും കൂടെ പോണ്ട, അല്ലാതെ ഞാൻ ചീത്ത കേൾക്കണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയി. ഞാൻ ചോദിച്ചു അത് എനിക്ക് പിന്നെ എല്ലാവരും അത് ചെയ്യണത് ഇവരും ചെയ്തു. അപ്പോൾ എനിക്കതിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവർ നല്ല മെഡിക്കൽ മെമ്പറാണ്, പിന്നെ ഇവരെ പാർട്ടി ഇത് കൂടി സെൻസർ ചെയ്യുകയൊക്കെ ചെയ്തു. അടുത്ത ഇലക്ഷൻ അവർ ദയനീയമായിട്ട് തോക്കുകയും അവർ എൻ്റെ ഈ റിപ്പോർട്ട് 10,000 കണക്കിന് അടിച്ച് അവിടെയൊക്കെ വിതരണം ചെയ്തു. പിന്നെ അവർ വന്ന് പിന്നെ എൻ്റെ റിപ്പോർട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലൊന്നുമില്ല, നിങ്ങളെവിടെയെങ്കിലും ചെന്ന് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. അപ്പോൾ പിന്നെ വേറെ കുറേ കാര്യങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ റെസ്പോണ്ട് ഉണ്ട്, അവരെ കൊണ്ടുപോകും, എനിക്ക് താല്പര്യമില്ലാതാണ്. അതിലെനിക്ക് ഒരു വേണ്ടിയിരുന്നോ എന്ന് വെച്ചാൽ ഒരാൾ ചെയ്തതല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. അവരുടെ ജീവിതം മറ്റേ പൊളിറ്റിക്കൽ ലൈഫ് പിന്നെ ഏതാണ്ടില്ലാതായി എന്നുള്ള വീട്ടിൽ അതിനൊരു കാരണക്കാരനായി എന്നുള്ള ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നുന്നു. ഒന്നാമത് ഒരു നല്ല മെഡിക്കൽ മെമ്പറാണ്. അതാണ് അതിലൊരു എടുത്ത് പറയാനുള്ള ഒരു സംഭവം. ഇത് പഴയ കൂട്ടുകുടുംബം അല്ല, ഇതായിട്ടുള്ളതാണ്. അപ്പൂപ്പൻ, അമ്മൂമ്മ, മാമി എന്ന് പറഞ്ഞാൽ അമ്മാവൻ അവരൊക്കെ കോൺട്രാക്ടർമാരൊക്കെ ആയിരുന്നു. അപ്പൂപ്പനും അമ്മാവനും. അമ്മാവൻ നേരത്തെ മരിച്ചു. അമ്മാവിയും കുട്ടികളും നമ്മളിവിടെ. അപ്പം മൂത്ത ചേട്ടൻ പിന്നെ സർവീസ് സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ. അപ്പോൾ രണ്ടാമത്തെ ആൾ പിന്നെ ഒരു ഭയങ്കര ഫയർ ബ്രാൻഡ് താങ്ങാൻ നോക്കില്ല. അങ്ങനെ ഒരടി തന്നു കഴിഞ്ഞാൽ 4 ദിവസം വെച്ചത്. നേരെ ടൈറ്റാനിയത്തിലായിരുന്നു അവിടെ വെച്ചാൽ. മൂന്നാമത്തെ ആളാണ് ഒരു വർഷങ്ങളൊക്കെ അറിയാവുന്ന ജീവനോ എന്ന്. അപ്പോൾ ഒരു കാലത്ത് എൻ്റെ ഓർമ്മ എന്ന് പറയണത് ഈ ചുറ്റുപാടിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് എനിക്ക് 8-10 വയസ്സൊക്കെ ഉള്ളൂ. ഞാനും എൻ്റെ നേരെ ചേട്ടനും പിന്നെ ജാഥകളിലൊക്കെ പോകും. ഞാൻ പറയുന്നത് രാജഭരണകാലത്താണ്, സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. അന്ന് എനിക്ക് 10-11 വയസ്സേ ഉള്ളൂ. അന്ന് ജാഥയിൽ ഏറ്റവും ചെറുപ്പമൊക്കെ ഞാനായിരിക്കും. അപ്പോൾ മേണൂൻ്റെ വലിയ എൻ്റെ പൊക്കമുള്ള കതർ തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ചിരിക്കും. അപ്പോൾ ഇവനൊക്കെ ആര് തുറന്നുവിട്ടിരിക്കുന്നതാണ് ആളുകൾ നോക്കി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് ഈ പ്രദേശത്തു നിന്നും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അങ്ങനെ ഒരു ഒറ്റ വീട് നമ്മളതേ ഉള്ളൂ. ഒറ്റ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ചേട്ടൻ, അല്ലാതെ ഇല്ല. അച്ഛനും അമ്മയും എല്ലാവരെല്ലാം ഇതിനാണ്. അവരെല്ലാം രാജാവിൻ്റെ ആളുകൾ ഇതാണ്. പക്ഷെ വേണൂൻ അദ്ദേഹം വന്ന് പിന്നെ ഒളിവിലും അഞ്ചുതെങ്ങിലും പിന്നെ ഭയങ്കരമായിട്ട് ഇടിയെന്നാരണമുള്ളതെന്ന് പറഞ്ഞപ്പോൾ പ്രസ്തുതമായ ഒരു ഇൻസ്പെക്ടറും അങ്ങേരുടെ മർദ്ദനം, അത് കഴിഞ്ഞ് ഒരു ഓടുകലാസ്മയും മരിക്കുമ്പോഴും ആ ശല്യം ഉണ്ടായിരുന്നു. ഈ മുട്ടയും ബ്രാൻഡിയൊക്കെ കൊണ്ടുവന്ന് കുടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അത് ഭയങ്കരമായി ഇത് ചെയ്തിട്ടുണ്ട് എനിക്ക്. എന്നുവെച്ചാൽ പലപ്പോഴും വന്ന് പോലീസ് വന്നിട്ട് വെളുപ്പം കാലത്തൊക്കെ വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മരവിയിൽ വെള്ളം വയ്ക്കും, മുഖം കഴുകിക്കൊണ്ട് കൂടെ പോകും. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസത്തെ രാത്രി മണിസ്വാമിയുടെ ഞാൻ പറഞ്ഞപ്പോൾ
CPI വെട്ടി. അപ്പം എൻ്റെ മൂത്തേട്ടൻ വലിയ സംഗീതത്തിൽ വലിയ തൃപ്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്വാധീന അക്കാദമി ഉണ്ടായിരുന്നു. അപ്പോൾ വെട്ട് കഴിഞ്ഞിട്ട് ഓടി വന്ന അച്ഛൻ്റെ അടുത്ത് ഇതിങ്ങനെ കുറിക്കും, അമ്മ ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുക. ആ ഒരു സീൻ ഞാൻ ഇതെവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നു പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ അപ്പോൾ എവിടെയാണെന്ന് ആർക്കും പറഞ്ഞില്ല, അഞ്ചെങ്കിലും ഒളിവില്ല. അപ്പം ഇങ്ങനെ CPI വെട്ടിയ സംഭവം പറയുക. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇതുള്ളത്. ഇപ്പോൾ പിന്നെ മൂത്തേട്ടൻ എൻ്റെ തക്കേട് ഹോസ്പിറ്റലിലെ ഡോക്ടറൊക്കെ ആയിരുന്നു, വേണമുണ്ട്. അവരുടെ അനിയത്തിയാണ് ഞാൻ വാങ്ങിച്ചത്. അവൾ സെക്രട്ടേറിയറ്റില്ല, റിട്ടയർ ചെയ്തു. പിന്നെ മക്കൾ മൂത്തത് ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്തു. രണ്ടാമത്തെ ആൾ ജർമ്മനിയിലായിരുന്നു. പക്ഷേ അവൾ അവിടെ നിന്ന് വന്ന് ഇപ്പം ബാംഗ്ലൂരും മദ്രാസിലും ഒക്കെ വർക്ക് ചെയ്ത് ഇവിടെ ടെക്നോ പാർക്കിലാണ്.